Professor Abdul Wahab Sahib, General Secretary Nasser Koya Tangal, National Samstana Organizing Secretary N.K. Abdul Wasi Sahib, National Pravasi League Samstana President Bashir Ahmad Sahib, അതുപോലെ നാഷണൽ ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷർമദ് ഖാൻ, ജനറൽ സെക്രട്ടറി റഫീഖ് അഴിയൂർ, നാഷണൽ പ്രവാസി ലീഗിൻ്റെയും നാഷണൽ ലീഗിൻ്റെയും നേതാക്കളെ, സഹപ്രവർത്തകർ, പ്രവാസികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രജിസ്ട്രേഡ് സംഘടനയാണ് നാഷണൽ പ്രവാസി ലീഗ്. കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും പ്രവാസികളുടെ മർമ്മപ്രധാനമായ പല വിഷയങ്ങളിലും ഇടപെടുകയും നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നോർക്ക റൂട്ട്സിൻ്റെയും പ്രവാസി ക്ഷേമ ബോർഡിൻ്റെയും പരിപാടികളിലൊക്കെ സംഘടനയുടെ പ്രതിനിധികൾ പങ്കെടുത്തു വരുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പ്രവാസി സമൂഹം അധിവസിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നാഷണൽ ലീഗ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിൽ പ്രവർത്തകരിൽ ഭൂരിഭാഗവും അതുപോലെ നേതാക്കളിൽ നിരവധി ആളുകളുമൊക്കെ ഇന്ന് പ്രവാസികളും അതുപോലെ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. പ്രവാസി ക്ഷേമത്തിന് വേണ്ടി സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളുമൊക്കെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ദൗത്യമാണ്, കർമ്മമാണ് ഈ പ്രസ്ഥാനം ഇന്നുവരെ നിർവഹിച്ചു പോരുന്നത്. സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രവാസി ക്ഷേമ പദ്ധതികളെ കുറിച്ച് അത് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നൊക്കെ പ്രവർത്തകർക്ക് അവബോധമുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നതുകൊണ്ടാണ് ഇന്ന് നോർക്ക റൂട്ട്സിൻ്റെ സെൻട്രൽ മാനേജർ രവീന്ദ്ര സാറിൻ്റെ ക്ലാസ് നമ്മുടെ ഈ കൺവെൻഷനോടുകൂടി ഈ സെഷൻ കഴിയുന്നതോടുകൂടി നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് സംഘടിപ്പിക്കാനുള്ള പ്രത്യേക കാരണം നമ്മുടെ പ്രസിഡന്റിന്റെ കൂടി താല്പര്യമുണ്ടും തന്നെയാണ്. ഏറെ ഉപകാരപ്രദമായ ഈ ക്ലാസ് എല്ലാവരും ഏറെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധാപൂർവം കേൾക്കണമെന്നും വേണ്ടുന്ന കാര്യങ്ങൾ കുറിച്ചെടുക്കണമെന്നും അഭ്യർത്ഥിക്കുക. നമ്മുടെ ഈ പരിപാടി സമയബന്ധിതമായി നടക്കേണ്ടതുണ്ട്. രവീന്ദ്രൻ സാർ 4 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചത്. നിരവധി നേതാക്കൾ നമുക്ക് സംസാരിക്കാനുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സംഘടനയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തന രീതിയിൽ നിങ്ങളുടെ എല്ലാം പരിപൂർണമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിവിടെ ഈ NPL സംസ്ഥാന കൺവെൻഷൻ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, നമ്മുടെ എല്ലാം ഏറെ പ്രിയങ്കരനായ പ്രൊഫസർ AP അബ്ദുൾ വഹാബ് സാഹിബ്. അദ്ദേഹത്തെ നാഷണൽ പ്രവാസി ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഏറെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് അതുപോലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് T ബഷീർ അഹമ്മദ് ബേപ്പൂർ. അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ വിശദീകരണ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന C രവീന്ദ്രൻ സാർ, നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സെൻട്രൽ മാനേജറാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കും എത്തിച്ചേരും. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ആദരണീയനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് നാസർ കോയ തങ്ങൾ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി N.K. അബ്ദുൾ വസി സാഹിബ്, അതുപോലെ നാഷണൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OP റഷീദ്, നാഷണൽ ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷർമദ് ഖാൻ, ജനറൽ സെക്രട്ടറി റഫീഖ് അഴിയൂർ,
ഇവിടെ നന്ദി പ്രഭാഷിപ്പിക്കുന്ന NPLന്റെ സംസ്ഥാന സെക്രട്ടറി NC അസീസ്, അതുപോലെ നാഷണൽ ലീഗിൻ്റെയും നാഷണൽ പ്രവാസി ലീഗിൻ്റെയും നാഷണൽ മറ്റു പോഷക സംഘടനകളുടെയും വിവിധ ഭാരവാഹികൾ, നേതാക്കൾ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നാഷണൽ ഫാമേഴ്സ് ലീഗിൻ്റെ പ്രസിഡന്റ് KK മുഹമ്മദ് മാസ്റ്റർ, അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരുന്നു, ഇപ്പോൾ പുറത്തു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നാഷണൽ ഫാർമേഴ്സ് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാലി മേടപ്പിൽ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക്, കൺവെൻഷനിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാന പ്രസിഡന്റ് ബഷീർ അഹമ്മദ് സാഹിബിനെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊടുക്കും. ആദരണീയരായ പ്രോഗ്രാമിൻ്റെ സഹപ്രവർത്തകർ, വളരെയധികം ശക്തമായ രീതിയിൽ തന്നെ കേരളത്തിലെ പ്രവാസികളെ സംഘടിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് നാഷണൽ പ്രവാസി ലീഗ്. വിദേശത്തുള്ള പ്രവാസികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി നാഷണൽ പ്രവാസി ലീഗ് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ എയർ ഇന്ത്യ ഓഫീസിലേക്ക് ഇടയ്ക്കടി വർദ്ധിപ്പിക്കുന്ന ചാർജുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും അതിനെ പാർട്ടി നാഷണൽ ലീഗ് കുണ്ടോട്ടിയിൽ നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ നിർണായകമായ പ്രവർത്തകരുടെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവാസികൾ ഇപ്പോൾ 65 വയസ്സാണ്, ഈ ക്ഷേമനിധിയിൽ 60 വയസ്സാണ് അവസാന വാക്ക് എന്നുള്ള നിലക്ക് ആക്കിയിട്ടുള്ളത്. ആ പ്രായപരിധി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാഷണൽ പ്രവാസി ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് റൂട്ട് പ്രകടനവും പ്രതിഷേധ ധർണയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഞങ്ങളൊരു മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം തിരിച്ചു വന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലോ മറ്റൊരു ചെയ്യാൻ കഴിയാത്ത ഒരു അവസരത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു ഒരു സംരംഭം ആരംഭിച്ചാലും അതിന് 100 നൂലാമാലകളുടെ ഇടയിൽ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൽ നിന്നൊരു മാറ്റം വരുത്തുക എന്ന് ലക്ഷ്യവെച്ചുകൊണ്ട് ഈ വരുന്ന ജനുവരി മുതൽ നമ്മുടെ സംസ്ഥാനം ഒട്ടുക്കും നാഷണൽ പ്രവാസി ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ച് ചില ഓരോ ഗ്രൂപ്പുകളാക്കി തിരിച്ച് തൊഴിൽ സംരംഭങ്ങൾ നടത്തുവാനും അവർക്ക് അതിന് വേണ്ട സഹായങ്ങൾ നൽകുവാനുമുള്ള സംവിധാനമാണ് നാഷണൽ പ്രവാസി ലീഗിൻ്റെ അടുത്ത ഉദ്ദേശ ലക്ഷ്യം. ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഈ സംരംഭത്തിനോട് സഹകരിക്കണം എന്ന തരത്തിൽ അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ വേദി ഉപയോഗിച്ചുകൊള്ളുകയാണ്. കൂടുതലായി നിർദ്ദേശിക്കുന്നില്ല. നമ്മുടെ 4 മണിക്ക് നോർക്ക റോഡ്സിൻ്റെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥനോട് എത്തിച്ചേരും. അതിനു മുമ്പായി ബഹുമാനനായ നാഷണൽ ലീഗിൻ്റെ അധ്യക്ഷൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതാകൊണ്ട് അദ്ദേഹത്തെ ആദരവ് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, നാഷണൽ പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ബഷീർ അഹമ്മദ് സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ ബഹുമാന്യ സഹപ്രവർത്തകർ, നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾ, നാഷണൽ പ്രവാസി ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയങ്കരായ സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. ഇപ്രകാരം ഒരു പ്രവാസി മീറ്റ്
സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന നാഷണൽ പ്രവാസി ലീഗിനെ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു. പ്രവാസി ലീഗ് പുതിയൊരു ഊർജത്തോടു കൂടി കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നതിലേക്കുള്ള ചൂണ്ട് വിരൽ കൂടിയാണ് ഈ പ്രവാസി മീറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രവാസികൾ ഒരു വലിയ മുതൽക്കൂട്ടാണ് ഈ രാജ്യത്തെ സംബന്ധിച്ച്. പ്രവാസികളുമായി ബന്ധപ്പെട്ട് എത്രയോ ചർച്ചകളും ആ ചർച്ചകൾക്ക് ഉപോത്പലകമായി കണക്കുകളും ഒക്കെ അവതരിക്കപ്പെടാറുണ്ട്. പക്ഷെ പ്രവാസികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അതേപടി നിലനിൽക്കുകയാണ്. ലോകത്തെ ഏറ്റവും പ്രവാസികളുള്ള രാജ്യം നമ്മുടെ രാജ്യം. എത്ര പ്രവാസികളുണ്ട് എന്നതിന് കൃത്യമായ കണക്കുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടതായിട്ടുണ്ട്. 2020 UN വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം 18 ദശലക്ഷം പ്രവാസികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. എന്ന് പറഞ്ഞാൽ NRI നോൺ റെസിഡന്റ് ഇന്ത്യൻസും PIO പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇത് രണ്ടും പ്രകാരം 2024 കണക്ക് പ്രകാരം 35.5 ദശലക്ഷം ആളുകളാണ്. മില്യൺ 35.5 ദശലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അത് അപാരമായ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ തൊട്ടു താഴെ, ഇന്ത്യയുടെ തൊട്ടു താഴെ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ളത് മെക്സിക്കോ എന്ന രാജ്യത്തിനാണ്. 11.2 ദശലക്ഷം. തൊട്ടു താഴെ റഷ്യ 10.8 ദശലക്ഷം. അതിൻ്റെയും താഴെ ചൈന 10 ദശലക്ഷം. ഞാൻ ഈ 3 രാജ്യങ്ങളുടെയും പേരെടുത്ത് പറയാനുള്ള കാരണം നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലായി വിന്യസിക്കപ്പെട്ട ആളുകളുടെ എണ്ണം 35.42 ദശലക്ഷമാണെന്ന് പറയുമ്പോൾ അതെത്ര വലുതാണ് എന്ന് ഈ താരതമ്യ കണക്ക് നമ്മെ ബോധ്യപ്പെടുത്തും. പ്രവാസികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്കെ ധാരണ, നമ്മുടെ ഇവിടെ സന്നിഹിതരായ പ്രവാസികളുടെ ധാരണ അല്ല, പുറം സമൂഹത്തിന്റെ പൊതു ധാരണ മിഡിൽ ഈസ്റ്റ്, മധ്യേഷ്യയിലുള്ള ആളുകളാണ് പ്രവാസികൾ. അല്ല, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ പ്രവാസികളായി വിന്യസിക്കപ്പെട്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. അമേരിക്ക 56.9 ലക്ഷം. ഞാൻ ഈ കണക്കുകൾ പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് എല്ലാ കാര്യത്തിലും ലഭ്യമാണ്, പ്രവാസികളുടെ കാര്യത്തിലൊഴികെ. അതിന് ആധികാരികമായ രേഖകൾ
അത്ര അപ്ഡേഷൻ ഇല്ലാത്തതാണ്. 56.9 ലക്ഷം ആളുകൾ ഇന്ത്യക്കാർ US-ലാണ്. തൊട്ട് താഴെ UAE 38.9 ലക്ഷം. അത് കഴിഞ്ഞാൽ മലേഷ്യ, നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഉപജീവനാർത്ഥം, ജോലി ആവശ്യാർത്ഥം മലേഷ്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ 29.3 ലക്ഷം. താഴെ സൗദി അറേബ്യ 27.5 ലക്ഷം. UAE കഴിഞ്ഞാലുള്ള മറ്റു രാജ്യങ്ങളുടെ, സൗദി അറേബ്യയിൽ കഴിഞ്ഞാലുള്ള മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. എല്ലാം കൂടി ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിലെത്തും. ഡയസ്പൊറ എന്ന് പ്രവാസികളെ കുറിച്ച് അതിന്റെ നേർക്ക് നേരെയുള്ള മലയാളം കുറെ കൂടെ ഉപയോഗക്ഷമവും ആസ്വാദികരവുമാണ്. പ്രവാസി, ഡയസ്പൊറ എന്ന ആ പ്രയോഗത്തിന് അതൊരു ഗ്രീക്ക് വാക്കിൽ നിന്ന് ലോപിച്ചതാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം, പ്രതിപാദ്യ വിഷയം, പ്രവാസം എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് വിശദീകരിക്കലല്ല. സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വിത്ത് വിതറൽ എന്നാണ് അതിന്റെ മലയാളം. അപ്പോ പ്രവാസികൾ എന്ന് പരക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കിന്റെ മൂലധാതുവായ ഡയോസ്പറ, ഡിസ്പേഴ്സ് എന്നതിൽ നിന്നാണ്. ഡിസ്പേഴ്സ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നതാണ്. അപ്പോ വിത്ത് വെതറൽ എന്ന് പറഞ്ഞാൽ ഈ പ്രവാസികളാണ് വാസ്തവത്തിൽ വിത്ത്. വിത്തിന്റെ ഒരു ധാന്യത്തെ സംബന്ധിച്ച് വിത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. അത്ര തന്നെ പ്രാധാന്യം പ്രവാസികൾക്കുണ്ട്. പ്രവാസം എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനുണ്ട്. കേരളത്തിൽ പ്രവാസികളെ സംബന്ധിച്ച് സെന്റർ ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് കുറേ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള മൈഗ്രേഷൻ സർവേ അനുസരിച്ച് 25 ലക്ഷം പ്രവാസികൾ കേരളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ കേരളം ബേസ് ചെയ്തിട്ടുള്ള ആളുകൾ. ഇവരുടെ അധ്വാനത്തിന്റെ മൂല്യം കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 22%. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിലുള്ള, ഏറ്റവും അപ്ഡേറ്റ് ആയ കണക്കല്ല. യഥാർത്ഥ കണക്ക് ഇതിനേക്കാളൊക്കെ എത്ര വലുതാണ്. കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 25% പ്രവാസികളുടെ വരുമാനമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് പ്രവാസികളെന്ന് ഒരാൾക്ക് കണക്ക് വെച്ച് പിന്നീട് സമർത്ഥിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇന്നിപ്പോ ഈ കാണപ്പെടുന്ന കേരളത്തിന്റെ സാമ്പത്തികമായ തെളിച്ചം, ആ സാമ്പത്തികമായ തെളിച്ചമാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ തെളിച്ചം. സാമൂഹ്യ ജീവിതത്തിന്റെ, കേരളത്തിന്റെ നഗര ഗ്രാമീണ ജീവിതം ഒരുപോലെ സമ്പന്നമാണ്. ഏറ്റക്കുറച്ചുകളിൽ ഉണ്ടാവും, ഏറ്റക്കുറവുകൾ ഉണ്ടാവും, വരുമാനമുള്ളവരും വരുമാനമില്ലാത്തവരും. പക്ഷെ നമ്മുടെ സമ്പദ്ഘടന നാൾക്ക് നാൾ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമ്പദ്ഘടനയുടെ 25% പ്രവാസികളുടെ അധ്വാനമാണ് എന്ന് പറഞ്ഞാൽ ഈ കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം, ഈ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ കണക്ക് പ്രകാരം തന്നെ 50 ലക്ഷം ആളുകൾ കേരളത്തിൽ നേർക്ക് നേരെ പ്രവാസികളെ ആശ്രയിക്കുന്നവരാണ്.
50 ലക്ഷം ആളുകൾ നേർക്കുനേരെ എന്ന് പറഞ്ഞാൽ 50 ലക്ഷം ആളുകളുടെ നിലനിൽപ്പിന്റെ നേർക്ക് നേരെയുള്ള സോഴ്സ് പ്രവാസികളാണ്. നമ്മുടെ കുടുംബങ്ങളെ പ്രവാസികൾ എപ്രകാരം പ്രബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാവുന്ന ഒരു കണക്കാണ്. അടുത്ത കാലത്ത് കേരള ലോക്സഭയൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള ഒരു കണക്കനുസരിച്ച് അക്കൊല്ലത്തെ പ്രവാസികളുടെ അധ്വാനത്തിന്റെ മൂല്യം 18,465 കോടി രൂപയാണ്. കേരളത്തിലെ മൊത്തം ജനസംഖ്യയും പ്രവാസികളുടെ മൊത്തം വരുമാനവുമായി കൂട്ടി ഹരിച്ച് ഗണിച്ച് നോക്കിയാൽ ഓരോ വ്യക്തിക്കും, ഇപ്പൊ എൻ്റെ വീട്ടിൽ ഒരു പ്രവാസിയുമില്ല, ഈ പ്രവാസവുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ആദിയോ ആശങ്കയോ ഇല്ല എന്ന് കേരളത്തിൽ ഒരൊറ്റ മനുഷ്യനും പറയാൻ സാധ്യമല്ല. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ എണ്ണവും പ്രവാസികളുടെ എണ്ണവും കൃത്യമായി ഗണിച്ച് ഹരിച്ചാൽ പെർ പേഴ്സൺ 5,680 രൂപ പ്രവാസികളുടേതായി അയാളുടെ നിലനിൽപ്പിന്റെ ബേസാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ അധ്വാനത്തിന്റെ ഫലമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളുടെ മഹാപക്ഷവും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പ്രവാസികൾ അവരുടെ അധ്വാനം എങ്ങോട്ടൊക്കെ എപ്രകാരം ചെലവഴിക്കുന്നു എന്നതൊക്കെ ഉൾപ്പെട്ട ഒരുപാട് കണക്കുകൾ വന്നിട്ടുണ്ട്. അത് വീട്ടുകാര്യങ്ങൾക്കായി ഒരു കൊല്ലം മൊത്തം പ്രവാസികളുടെ അധ്വാനത്തിൽ നിന്ന് വീട്ടുകാര്യങ്ങൾക്കായി, ഞാനിതിവിടെ പറയുന്നത് ഇതൊരു ആലോചിക്കപ്പെടേണ്ട വിഷയമാണ്. ഒരു താരതമ്യത്തിന് വേണ്ടി മാത്രം ഞാൻ പറയാം. വീട്ടുകാര്യങ്ങൾക്ക് 8,000-ഓളം കോടി രൂപ ചെലവഴിക്കപ്പെടുന്നുണ്ട്. വീട്ടുകാര്യങ്ങൾക്ക്, വീട് വലുതാക്കാൻ, വീട് സൗകര്യപ്പെടുത്താൻ, വീട് ഉണ്ടാക്കാൻ, ഉള്ള വീട് ഒന്നുകൂടി മോടി പിടിപ്പിക്കാൻ 8,000-ഓളം കോടി രൂപ ക്യാഷായി പ്രവാസികൾ ഏതാണ്ട് 6,000 കോടിയിലധികം, ഇത് ഓരോ വർഷവുമാണ്. ഭൂമിയും സ്ഥലവും ഒക്കെ വാങ്ങാൻ അതൊരു നിക്ഷേപമാണ്. 1,350 കോടിയോളം രൂപയാണ് ചെലവഴിക്കപ്പെടുന്നത്. പിന്നീട് നമ്മുടെ നിത്യനിദാന ചെലവുകൾ, അത് എണ്ണി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. 400 കോടിയോളം അതിന് ചെലവുണ്ട്. പിന്നെ വ്യവസായം, തൊഴിൽ തുടങ്ങിയ സംരംഭങ്ങളിലേക്ക് നീക്കിവെക്കപ്പെടുന്നത് 15 കോടിയാണ്. അപ്പോ ഇത് ഈ 15 കോടി എന്നതിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഞാൻ അനുബന്ധമായി മറ്റ് കണക്കുകളും കൂടി പറഞ്ഞത്. വ്യവസായം, തൊഴിൽ, എനിക്ക് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് 5 കൊല്ലം പ്രവർത്തിക്കാനുള്ള ഒരവസരം ഉണ്ടായിട്ടുണ്ട്. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പല വിവിധ കോർപ്പറേഷനുകളിൽ ഒന്നാണ് ന്യൂനപക്ഷ ധനകാര്യ ക്ഷേമ കോർപ്പറേഷൻ. ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രവാസികളുടെ പല യോഗങ്ങളിലും സംബന്ധിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസികളുമായി ബന്ധപ്പെട്ട് ചില ജില്ലകളിലൊക്കെ പോകാനും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സംബന്ധിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്കുണ്ടായ ഒരു അനുഭവം, നമ്മുടെ പ്രവാസികൾ, അത് പൊതുവെയുള്ള ഒരു അവസ്ഥയാണ്, ജീവിതത്തിന്റെ പ്രൈം ടൈം, ജ്വലിക്കുന്ന സമയം മുഴുവൻ അവര് പ്രവാസ ലോകത്ത് അധ്വാനിക്കുന്നവരാണ്, നന്നായി അധ്വാനിക്കുന്നവരാണ്. അങ്ങനെ ഏതാണ്ടൊക്കെ ഏതൊരു സംഗതിയുടെ, അതൊരു മെഷീനറി ആണെങ്കിലും മനുഷ്യനാണെങ്കിലും, ഒരു മെഷീനറിക്ക് കാലപ്പഴക്കത്തിൻ്റെതായ ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ടാണ് മെഷീനറി ഇടയ്ക്കൊക്കെ വർക്ക്ഷോപ്പിലേക്ക് കയറ്റപ്പെടുന്നത്. അതിന് നിരന്തരമായ
ഓട്ടത്തിന്റെ ക്ഷീണം. മനുഷ്യന്റെ കാര്യത്തിലും ഇതാണ്. നമ്മളൊക്കെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. നമുക്കൊക്കെ നല്ല പ്രൈം, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, വേദിയിലുള്ളവർക്കൊക്കെ ഉണ്ട്. ഒരു നല്ല പ്രൈം കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ മനസ്സൊരു പക്ഷേ ആ പ്രൈമിൽ തന്നെയാണെന്ന് വിചാരിച്ചാൽ പോലും ഫിസിക്കലി നമുക്കൊക്കെ രൂപ മാറ്റമുണ്ട്. അപ്പോൾ പ്രവാസികൾ കഠിനമായി അധ്വാനിച്ചവരാണ്. കുറച്ചു കാലം കഴിഞ്ഞ് പ്രവാസ ലോകത്തിന്റെ സ്ഥിതി നമുക്കൊക്കെ അറിയാം. നന്നായി വളരെ ഡൈനാമിക്കായ ആളുകൾക്ക് മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. പിടിച്ചു നിൽക്കാനുള്ള എല്ലാ ആധുനിക സാങ്കേതിക വിദ്യയും, ഇനി ശരീരത്തിൽ യുവത്വത്തെ നിലനിർത്താൻ ഏതൊക്കെ സാങ്കേതിക വിദ്യ സഹായകമാണോ ആ സാങ്കേതിക വിദ്യയും യുവാവാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പ്രവാസികൾ ഉപയോഗിക്കും. കാരണം യുവാവല്ല എന്ന് വർക്ക് കൊണ്ട് മാത്രമല്ല, രൂപഭാവം കൊണ്ട് ബോധ്യപ്പെട്ടാൽ അവര് ഔട്ടാണ്. എന്ന് പറഞ്ഞാൽ അധ്വാനത്തിന്റെ ഏറ്റവും മികച്ച സമയമൊക്കെ പ്രവാസികളാണ്. അത് കഴിഞ്ഞ് വന്നാലോ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതുധാരണ, ഞാൻ ആ ധാരണയിലേക്ക് കൂടി, ഇതല്ല അതിന്റെ സന്ദർഭമെങ്കിൽ പോലും രണ്ട് സംഗതികൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, പ്രവാസികളോടുള്ള പൊതുസമൂഹത്തിന്റെ സമീപനം. ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഉൾപ്പെടെ പ്രവാസികളോടുള്ള പൊതുസമൂഹത്തിന്റെ സമീപനം എന്താണ്? പ്രവാസികൾ വരുമാനത്തിന്റെ സ്രോതസ്സായി നിലനിൽക്കുന്ന കാലത്തോളം ഉള്ള നിലപാടല്ല പ്രവാസ ലോകത്തിൽ നിന്ന് അവരുടെ സ്വന്തം നാട്ടിലേക്ക് അവർ തിരിച്ചു വന്നാൽ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ പറഞ്ഞ രൂപത്തിലും കോലത്തിലും ഒന്നുമല്ല, ഇതിനേക്കാൾ ഭയാനകമായ വിധത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പറേഷൻ ചെയർമാൻ എന്നുള്ള നിലക്ക് മലബാർ മേഖലയിലെ ജില്ലയോ സ്ഥലമോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ആ ജില്ലയിൽപ്പെട്ട എൻ്റെ മാന്യ സുഹൃത്തുക്കൾ ഇവിടെ ഇപ്പോൾ ഈ സാഹസിലുണ്ട്. ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കോഴിക്കോട് ജില്ല അല്ല എന്ന് മാത്രമേ ഞാൻ തൽക്കാലം പറയൂ. ഒരു ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ കേന്ദ്രീകരിച്ച ഒരു സ്ഥലത്ത്, അവിടെയുള്ള കേരളത്തിൽ നിന്ന് ഒരു പക്ഷേ ഏറ്റവും നേരത്തെ പ്രവാസികളായി പോയ ആളുകൾ ധാരാളമുള്ള ജില്ലയാണ്. അവിടുത്തെ പ്രവാസികളെ സംബന്ധിച്ച് എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു സംഗതി, എല്ലാ ആളുകളും 65+ ആണ്. 65, 70 അതിനു മുകളിൽ പ്രായമുള്ള ഒരുപാട് ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അവരിൽ പലരും പറഞ്ഞൊരൊറ്റ സംഗതിയുണ്ട്. അവര് അധ്വാനിച്ച് കൊണ്ടുവന്ന് അത് നമ്മുടെ സമൂഹത്തിന് ആ പൊതു നിലപാടിന്റെ ഒരു ഭാഗമാണ്. അവര് അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന കാലവും അവരധ്വാനിച്ച് അവരുടെ സൗകര്യങ്ങൾ സംവിധാനിക്കുന്ന സന്ദർഭത്തോളവും അവർ വളരെ വിലപ്പെട്ടവരാണ്. അത് കഴിഞ്ഞാൽ അത് നമ്മളെ മൊത്തത്തിലുള്ള പ്രവാസികളോടൊന്നല്ല, നമ്മുടെ എല്ലാവരുമുള്ള പൊതുസമൂഹത്തിന്റെ ഒരു പ്രത്യേകത അവരുടെ കാര്യത്തിൽ കൂടുതൽ, അവർക്കത് കൂടുതൽ വേദനിക്കും. കാരണം അവർ പ്രവാസികളായി കത്തി നിന്ന കാലത്തിന്റെ അധ്വാനത്തിന്റെ ശേഷിപ്പുകളാണ് അവരുടെ വീടും അവരുടെ സൗകര്യങ്ങളും അവരുടെ സമ്പാദ്യങ്ങളും അവരുടെ സകല ജീവിത സംവിധാനങ്ങളും. 1, 2, 3 തലമുറ അപ്പോഴേക്കും മികച്ച മെച്ചപ്പെട്ട അവസ്ഥയിലെത്തി. എന്നിട്ട് ഈ പ്രവാസികൾ ഒടുവില് ഈ പ്രായാധിക്യത്തിന്റെ നാളിൽ പ്രത്യേകിച്ചും ഒന്നിനും കൊള്ളാത്തവരും കഴിയാത്തവരുമായി പരിഗണിക്കപ്പെടുന്ന, മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ഇതിനൊന്നും ഒരു സർക്കാർ സംവിധാനം കൊണ്ടോ മറ്റെന്തെങ്കിലും സംരംഭങ്ങൾ കൊണ്ടോ പരിഹരിക്കപ്പെടേണ്ടതല്ല. ഇതൊരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയ്ക്ക് നമ്മളൊക്കെ ഒരുപോലെ കുറ്റവാളികളാണ്. രണ്ടാമത്തെ സംഗതി, പ്രവാസിയെ മാക്സിമം പിടിയുക എന്നുള്ളത് അത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ അവസ്ഥയാണ്. ഞാൻ ഈ പ്രവാസികളുടെ സംരംഭവുമായി ബന്ധപ്പെട്ട് ഒരു തവണ അല്ല, ഒന്നിലേറെ തവണ ഖത്തറിൽ വിവിധ സംഘടനകളുടെ സംയുക്ത സംരംഭത്തിൽ പങ്കാളിയാവാൻ ഞാനും ക്ഷണിക്കപ്പെട്ടിരുന്നു. അവര് കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചക്ക് ചുരുങ്ങിയത് 2 തവണ ഞാൻ ഖത്തറിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വ്യവസായികളുടെ പ്രവാസികൾ, വിവിധ തുറകളിലുള്ള പ്രവാസികളുടെ സംഗമമുണ്ടായി. ആ സംഗമത്തിന്റെ തുടർച്ച എന്നുള്ള നിലക്ക് നമ്മുടെ സംസ്ഥാനത്തും അതിന്റെ തുടർ ചർച്ചകൾ ഉണ്ടായി. ആദ്യത്തിൽ വലിയ ആവേശപൂർവ്വം പല പ്രവാസികളും ഒരുപാട് സംരംഭങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ആശയങ്ങളും മുന്നോട്ട് വെച്ചു. 4-5 മാസം കഴിഞ്ഞ് അതിന്റെ തുടർ ചർച്ച നമ്മുടെ നാട്ടിൽ എത്തിയപ്പോൾ
പല പ്രവാസികളും അവരുടെ സംരംഭത്തിൽ നിന്ന് പിന്മാറി. അതിലവര് പ്രവാസിയാണെന്നറിഞ്ഞാൽ ആ ആളോടുള്ള ഉദ്യോഗസ്ഥരുടെ സമീപനം മാറും. മാക്സിമം പിടിയ, മാക്സിമം മുതലാക്കുക. നമുക്കൊക്കെയുള്ള ആ പൊതു നിലപാട്. ഒരു 2 ഉദാഹരണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്റെ ബഹുമാന്യ സഹപ്രവർത്തകർ കൂടി സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നോർക്ക റൂട്ട്സിന്റെ ഔപചാരികവും ഒഫീഷ്യലുമായ ഒരു ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ ഈ കാര്യങ്ങൾ അത് പരാമർശിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് മാത്രം പറയാം. നമുക്ക് പ്രവാസിയാണോ, അത് എവിടെ നിന്ന് ആരംഭിച്ചു ആ പിടിയൽ? അത് എയർപോർട്ടിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട് ആ പിടിയൽ. പ്രവാസിയോടുള്ള അത് ആ മുഴുവൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാഭാവികമായ മാനസികാവസ്ഥ ഉണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ അധ്വാനിക്കുന്നതിന്റെ 2 or 3 ഇരട്ടിയാണ് പ്രവാസികൾ പ്രവാസ ലോകത്ത് അധ്വാനിക്കുന്നത്. അങ്ങനെ അധ്വാനിച്ച് അവർ വല്ലാതെ ക്ഷീണിക്കും. സ്വാഭാവികമായി നാട്ടിലെത്തുമ്പോൾ കുടുംബത്തിൽ എത്തിച്ചേരുന്നു എന്ന ഒരു സന്തോഷകരമായ മാനസികാവസ്ഥ ഉണ്ട്. അതൊരു ആസ്വാദ്യതയുടെയും മാനസികാവസ്ഥയാണ്. അവർ ലേശം റിലാക്സ് മൂഡിലായിരിക്കും. ചെലവഴിക്കുന്നിടത്ത് കുറച്ചുകൂടി അധികം ചെലവഴിക്കും. ആളുകളെ സംബന്ധിച്ചിടത്തോളം പൊതുധാരണ എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ കിട്ടുന്നതാണെന്നാണ്. ഇത് പ്രവാസ ലോകത്ത് വെറുതെ മുടക്കില്ലാതെ കൊണ്ടുവരുന്നതാണ്. എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ നാട്ടിൽ ചെറിയ സംരംഭം, മൈക്രോ ഇൻവെസ്റ്റ്മെന്റുകൾ, ഞാൻ വലിയ അദാനിയുടെയോ അംബാനിയുടെയോ ബിസിനസിനെ കുറിച്ചല്ല പറയുന്നത്, ചെറിയ സംരംഭങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ട് 2 കോടി 5 കോടി 8 കോടിയൊക്കെ മൂലധനത്തിന്റെ ചർച്ചകൾ. എത്ര ആളുകൾക്ക് തൊഴിൽ കിട്ടും? ആ മുഴുവൻ ആളുകളും ആ പരിപാടികൾ ഉപേക്ഷിച്ചു. ഒരാള് നമ്മുടെ കശുമാവിന്റെ നീരിൽ നിന്ന് നല്ല കശുമാവ് സംസ്കരിച്ച് അതിന്റെ നീര് സംസ്കരിച്ച് ആളുകൾക്ക് ആവശ്യമില്ലാതെ ചവച്ച് തുപ്പുകയോ അല്ലെങ്കിൽ വവ്വാലികൾക്ക് ചവക്കാൻ വേണ്ടി നമ്മൾ ഇട്ടുകൊടുക്കുകയോ ചെയ്ത ഒരു സാധനമാണ് ഈ കശുവണ്ടിയുടെ ആ പഴം എന്ന് പറയുന്നത്. അതിന്റെ നീരെടുത്തിട്ട് സംസ്കരിച്ചു. അതുപോലെ കോള, നാളികേരം, ഇങ്ങനെയുള്ള സംരംഭങ്ങൾ വലിയ കോടിക്കണക്കിന് മുതൽ മുടക്കൊന്നും വേണ്ട. ഒരു പ്രവാസി പറഞ്ഞത് 2 കോടിയുടെ മുതൽ മുടക്കേ ആവശ്യമുള്ളൂ, വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഒരു കറണ്ട് കണക്ഷൻ കിട്ടണമെങ്കിൽ ആള് പ്രവാസിയാണോ, അയാള് നമ്മുടെ നാട്ടുകാരാണെങ്കിൽ 2 or 3 തവണ ഇലക്ട്രിസിറ്റി ഓഫീസുമായി കയറി ഇറങ്ങിയാൽ മതി. പ്രവാസിയാണെങ്കിൽ 10 തവണ കയറി കഴിഞ്ഞാൽ പോലും അയാൾ പരിഗണിക്കപ്പെടൂല. കാരണം മാക്സിമം അയാളിൽ നിന്ന് ഈടാക്കുന്നിടത്തോളം ഈടാക്കുക എന്ന ചൂഷണത്തിന്റെ നിലപാട് മൊത്തത്തിൽ ഈ അന്തരീക്ഷം നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പ്രവാസി പെൻഷൻ, പ്രവാസി ക്ഷേമം തുടങ്ങിയിട്ടുള്ള ആ സംഗതിയിൽ ഒതുക്കപ്പെടരുത് പ്രവാസികളെ സംബന്ധിച്ചുള്ള ചർച്ച എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് പ്രവാസികൾക്ക് വോട്ടവകാശം നൽകുന്നില്ല? ലക്ഷോപലക്ഷം പ്രവാസികൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിലുണ്ട്. വോട്ടവകാശം നൽകപ്പെട്ടാൽ അപ്പോ ഭരണകൂടത്തിന്റെ നിലപാട് മാറും. പക്ഷെ പ്രവാസികൾക്ക് വോട്ടവകാശം നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ എവിടെ എത്തുന്നില്ല. നമുക്കറിയുന്ന കാര്യമാണല്ലോ. അത് കേന്ദ്ര സർക്കാരാണ് നിലപാടെടുക്കേണ്ടത്. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഫയൽ ചെയ്യപ്പെട്ടു. പക്ഷെ ആ പരാതി ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞത് ബന്ധപ്പെട്ട വകുപ്പ് തന്നെ അത് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് അതുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കേണ്ടത്. ഞാൻ താരതമ്യത്തിന് ഒരു ഉദാഹരണം പറയാം. മുമ്പ് കേരളത്തിൽ 2 ഇറ്റാലിയൻ നാവികർ വെടിവെച്ച് കേരളത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി മരണപ്പെട്ട സംഭവങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. 2 ഇറ്റാലിയൻ നാവികർ വെടിവെച്ച് അവരുടെ വെടിയേറ്റ ഒരാൾ മരിച്ചു. കേരളത്തിൽ വലിയ വിവാദമായി. അവരുടെ കാര്യം അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു കേരളത്തിൽ. ആ 2 ഇറ്റാലിയൻ നാവികരെ കൊണ്ടുപോവാൻ, രക്ഷപ്പെടുത്തി കൊണ്ടുപോവാൻ ഇറ്റലിയിൽ നിന്ന് വന്നത് ആരായിരുന്നു? അവിടുത്തെ ക്യാബിനറ്റ് നിയോഗിച്ച മന്ത്രിമാര് കേരളത്തിൽ വന്നു. അവിടുത്തെ ക്യാബിനറ്റ് ആ വിഷയം ചർച്ച ചെയ്തു. ഇപ്പോ പ്രവാസികളുമായി ബന്ധപ്പെട്ട് എത്ര നിരപരാധികളാണ്. അത് പ്രവാസികളുടെ വിനയായി ഉണ്ടാകുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, 100 കണക്കിന് നിരപരാധികൾ വിവിധ ജയിലുകളിലായി കഴിയുന്നു. 100 കണക്കിന് നിരപരാധികൾ. നമുക്കറിയാം, ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ടത് കൊണ്ട് മാത്രം ജീവിതം അന്യനാട്ടിൽ കാരാഗ്രഹത്തിലായി പോയ എത്രയോ നിർഭാഗ്യവന്മാരുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ ആരന്വേഷിക്കുന്നു? നമുക്ക് ആരുടെ അതിനുള്ള സംവിധാനം വളരെ പരിമിതമാണ്. പക്ഷേ
പ്രവാസികളുടെ വോട്ടവകാശത്തിൽ കാര്യമായ ഒരു സമീപന മാറ്റം ഉണ്ടായാൽ ഈ സംഗതികൾക്ക് കാര്യമായ മാറ്റം വരും. നമ്മുടെ അത്രയൊന്നും പ്രവാസികളില്ലാത്ത രാജ്യങ്ങൾ അവരുടെ എംബസികൾ മുഖേന പ്രവാസികൾക്ക് വോട്ടവകാശം നൽകുന്നുണ്ട്. ഇപ്പോ ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രവാസികൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ് ഇപ്പൊ നമ്മളുള്ളത്, കേരളത്തിലെ പ്രവാസികൾക്ക് വോട്ടവകാശം എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേരുകൾ നീക്കം ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കപ്പെടുകയുണ്ടായി. ഇവിടെയുള്ള ആളുകൾക്ക് വോട്ട് അതിനു മുമ്പ് പ്രവാസിയാണോ അയാളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തേ അടങ്ങും. അതായിരുന്നു അവസ്ഥ. അതിന്റെ അവസ്ഥ മാറ്റമുണ്ടായി. പ്രവാസികളാണെങ്കിലും അവർ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാന്നുള്ള അവസ്ഥ വന്നു. നമ്മളൊക്കെ വലിയ തോതിൽ ആളുകൾക്ക് വോട്ടവകാശം. എത്ര പ്രവാസികളാ വോട്ട് ചെയ്തതെന്ന് അറിയോ നിങ്ങൾക്ക്? 13,000 ആളുകൾ മാത്രമാണ് ഇപ്പോൾ അവസ്ഥ. പല ഇലക്ഷനൊക്കെ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ഇലക്ഷൻ ഉണ്ടാവുമ്പോ പ്രവാസികൾ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ടൊക്കെ വരുന്നത് ആഘോഷപൂർവ്വം നമ്മൾ കൊണ്ടാടാറുണ്ട്. ആഘോഷപൂർവ്വം. ഒരു താരതമ്യത്തിന് വേണ്ടി ഞാൻ പറയുന്നു, ഖത്തറിലൊരിക്കൽ ഫിലിപ്പീനുകൾ, മലയാളികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഫിലിപ്പൈൻസുകാരാണ്. ഫിലിപ്പൈൻസ് നാഷണൽ അസംബ്ലിയിലേക്കുള്ള ഇലക്ഷന് ഫിലിപ്പൈൻ ഗവൺമെന്റ് 3 തവണ ഉന്നത ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് പറഞ്ഞയച്ച് അവര് സർക്കാർ തലത്തിൽ ചർച്ച ചെയ്തു ഫിലിപ്പൈനുകൾക്ക് നാഷണൽ അസംബ്ലിയിലേക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം അവര് അവിടെ ചെയ്തു എന്നുള്ളത് കൂടി സാന്ദർഭികമായി ഞാൻ ചൂണ്ടിക്കാണിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഗൗരവപ്പെട്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഒന്നുകൂടി പറയട്ടെ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദീർഘിച്ചു പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും വേണം. അത് നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി, പ്രവാസികളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഒരു വസ്തുത ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ക്രീമായ ആളുകളാണ് പ്രവാസികളായി പോയിട്ടുള്ളത്. ഞാൻ എന്റെ അനുഭവം പറയാം. 31 കൊല്ലം ഞാനൊരു കോളേജിൽ അധ്യാപകനായിരുന്നു. 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ 31 വർഷം ഞാൻ അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം 10 കൊല്ലമായി. അതിൽ 7-8 കൊല്ലത്തോളം എന്ന് പറഞ്ഞാൽ പ്രസന്റി ഉൾപ്പെടെ ഞാൻ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഓരോ തവണ ഞാനത് പ്രത്യേകം നോട്ട് ചെയ്യാറുണ്ട്. കാരണം പ്രവാസവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഞാനത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്റെ ക്ലാസ്സിലെ, എന്റെ വിദ്യാർത്ഥികളിലെ ഏറ്റവും മിടുമിടുക്കുള്ള കുട്ടികൾ, ഏറ്റവും ഡൈനാമിക്കായ കുട്ടികൾ, ഏറ്റവും വാചാലതയുള്ള കുട്ടികൾ, പ്രഗത്ഭരായ കുട്ടികൾ, അവർ കോഴ്സ് കഴിഞ്ഞാൽ പിന്നീട് അവരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരൊക്കെ പ്രവാസ ലോകത്താണ്. അപ്പൊ ആരാ പ്രവാസികളാകുന്നത്? ഞാൻ പലപ്പോഴും ആലോചിക്കലുണ്ട്, ഒരു പ്രവാസിയാകാൻ പോലും കഴിയാത്ത എന്നെ പോലുള്ള ആളുകളാണ് വാസ്തവത്തിൽ ഇവിടെ ഉള്ളത്. പകരം കഴിവും പ്രാപ്തിയും യോഗ്യതയുമുള്ള ആളുകൾ ഒക്കെ പ്രവാസികളാകും. മിടുമിടുക്കുള്ള ആളുകൾ, നല്ല പ്രഗത്ഭരായ ആളുകൾ, അവരാണ് പ്രവാസ ലോകത്തുള്ള ആളുകൾ. അതുകൂടി പരിഗണിച്ചുകൊണ്ട് അല്ലാതെ നമ്മൾ പ്രവാസികൾക്കായി നൽകപ്പെടുന്ന ദക്ഷിണകൾ ആനക്കാര്യങ്ങളാണ്, നമ്മുടെ ഔദാര്യമാണ് എന്ന സങ്കല്പമൊന്നും നമുക്ക് വേണ്ട എന്ന് സാന്ദർഭികമായി ചോദിച്ചുകൊണ്ട് തന്നെ നാഷണൽ പ്രവാസി ലീഗ്, നാഷണൽ ലീഗിന്റെ ഒരു പോഷക സംഘടനയാണ് നാഷണൽ പ്രവാസി ലീഗ്. ഒരുപാട് നമുക്ക് പ്രവർത്തിക്കാനുണ്ട്. ഏറ്റവും പ്രത്യക്ഷമായി നമ്മുടെ കൺമുമ്പിലുള്ള കടുത്ത വിവേചനങ്ങളിൽ ഒന്ന് മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാന കൊള്ളയാണ്. പ്രവാസികളിൽ നിന്ന് ഇപ്പോ 14-15 അവേഴ്സ് ഫ്ലൈയിങ് ഉള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്ന സംഖ്യയേക്കാൾ ഏറെ 3.5 മണിക്കൂർ, 2.5 മണിക്കൂർ, 3 മണിക്കൂർ ഫ്ലൈയിങ് ഡിസ്റ്റൻസ് ഉള്ള മിഡിൽ ഈസ്റ്റിലേക്ക് പ്രവാസികൾ എയർ ചാർജായി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള ദുരവസ്ഥയുടെ സാക്ഷി സ്മാരകങ്ങളാണ് നമ്മൾ. നമ്മുടെ സംസാരങ്ങൾക്കും നമ്മുടെ വലിയ പ്രതികരണങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാക്കാൻ ഇന്നോളം കഴിഞ്ഞില്ല എന്ന ആ ദുഃഖകരമായ സത്യത്തിന്റെ മുന്നിൽ അത് വെച്ചുകൊണ്ട് കൂടി നമ്മൾ പ്രവാസി വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നാഷണൽ പ്രവാസി ലീഗിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്യണം. നമ്മുടെ പ്രവാസികളെ സംഘടിപ്പിച്ച് ഒരു നല്ല, ഇതൊരു തുടക്കം മാത്രമാവട്ടെ. 50ഓളം ആളുകളാണ് ഇവിടെ കൂടി ചേർന്നത്. പക്ഷെ
50ഓളം ആളുകൾ കൂടി ചേർന്നു എന്ന ആ സന്തോഷകരമായ സംഗതിക്ക് ഒരു അഭിവാദ്യം, നാഷണൽ ലീഗിന്റെ ഒരു അഭിവാദ്യം നേർന്നുകൊണ്ട് നാഷണൽ പ്രവാസി ലീഗ് കമ്മിറ്റിക്ക് ഭാവങ്ങൾ നേർന്നുകൊണ്ട് കൂടുതൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കരുത്തുണ്ടാവട്ടെ, അതിന്റെ തുടക്കമാവട്ടെ ഇന്നത്തെ ഈ മീറ്റ് എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. നോർക്ക റൂട്ട്സിന്റെ ബഹുമാനനായ ഉദ്യോഗസ്ഥൻ ഏതാനും നിമിഷങ്ങൾക്ക് കൂടെ എത്തിച്ചേരും. അദ്ദേഹം 4 മണിക്കൂർ എത്താനാണ് പറഞ്ഞത്. 4:15 അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ സംസ്ഥാന നാഷണൽ ലീഗിന്റെ ജനറൽ സെക്രട്ടറി നാസർ ഭായ് തങ്ങൾ അങ്ങനെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിലെ ട്രാൻസ്മിഷൻ സ്റ്റേറ്റ്മെന്റ് ബഹുമാന്യനായ രവീന്ദ്ര സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരവ് ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പേരുകളൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യ ഉദ്ഘാടക പ്രാസംഗികന്റെ പ്രസംഗം കഴിഞ്ഞുകൊണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. ഏതായാലും ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കിയ സംഘാടകർക്ക് എന്റെ നന്ദി അറിയിക്കുകയാണ്. പ്രവാസികൾക്ക് വേണ്ടി നോർക്ക ഡിപ്പാർട്ട്മെന്റും അതേപോലെ നോർക്ക റൂട്ട്സും പ്രവാസി ക്ഷേമനിധി ബോർഡും നൽകുന്ന സേവനങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാക്കാനാണ് എൻ്റെ ഉദ്ദേശം. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നും അതേപോലെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥാപനങ്ങളെ സമീപിക്കുകയും അതേപോലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ സെഷൻ മാത്രമാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. എല്ലാം പോയിന്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവസാന ഭാഗത്ത് നമുക്ക് നോക്കാം. പ്രവാസി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പണ്ടത്തെ പ്രവാസമല്ല ഇപ്പോഴെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ എല്ലാം കാലത്ത് പലപ്പോഴും GCC രാജ്യങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നെങ്കിൽ ഇന്ന് പുതിയ തലമുറ പൂർണ്ണമായും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളിലേക്കുമാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. കാരണം ലഭിക്കുന്ന സൗകര്യങ്ങളും ലഭിക്കുന്ന സാമ്പത്തികമായ ഉന്നമനങ്ങളും ലക്ഷ്യം വെച്ചിട്ടാണ് അവർ അങ്ങോട്ടേക്ക് നീങ്ങുന്നത്. നോർക്ക റൂട്ട്സ് എന്ത് ചെയ്യുന്നു? നോർക്ക എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, സെക്രട്ടേറിയറ്റുള്ള ഒരു വകുപ്പാണ്. സാധാരണ നമ്മൾ കേൾക്കുന്നത് പോലെ വിദ്യാഭ്യാസ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, ആരോഗ്യ വകുപ്പ് എന്നിവ കേൾക്കും പോലെ നോർക്ക പ്രവാസി കാര്യ വകുപ്പ് എന്നൊരു വകുപ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രവാസികൾക്ക് വേണ്ടി കേരളത്തിലാണ് ഉണ്ടായത്. ആ നോർക്കയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് നോർക്ക റൂട്ട്സ് എന്ന് പറയുന്ന സ്ഥാപനം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് വൈദ്യുതി KSEB നമുക്കറിയാം. എന്നാൽ KSEBയുടെ ഡിപ്പാർട്ട്മെന്റ്, KSEBയെ ഭരിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ശരിക്കും പവർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സെക്രട്ടറിയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതേപോലെ നോർക്ക റൂട്ട്സ്, ക്ഷേമനിധി ബോർഡ് എന്നിവയുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് വെച്ചാൽ നോർക്കയാണ്. നോർക്കയ്ക്ക് ധാരാളം സ്ഥാപനങ്ങളൊന്നുമില്ല. സെക്രട്ടേറിയറ്റിൽ ഒരു ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ തിരുവനന്തപുരത്ത് നോർക്ക റൂട്ട്സിന്റെ ഹെഡ് ഓഫീസ്, നോർക്ക റൂട്ട്സിന് തിരുവനന്തപുരത്ത് ഒരു മേഖലാ ഓഫീസ് ഉണ്ട്, എറണാകുളത്ത് ഒരു മേഖലാ ഓഫീസ് ഉണ്ട്, കോഴിക്കോട് മേഖലാ ഓഫീസ്. വേറെ എവിടെയും സാധാരണഗതിയിൽ ഓഫീസുകളില്ല. എല്ലാ ജില്ലകളിലും നോർക്ക റൂട്ട്സിന് ഒരു ജില്ലാ സെല്ലുകളുണ്ട്. അല്ലാതെ ചില ആൾക്കാർ ഞങ്ങളോട് വന്ന് പറയും പാലിശ്ശേരിയുള്ള നോർക്ക കൊടുത്തു, അല്ലെങ്കിൽ പേരാമ്പ്രയുള്ള നോർക്കയെ കൊടുത്തു. ഇങ്ങനെ കുറേ നോർക്കയുണ്ട്. അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് നോർക്കകളാണ്, ഒറിജിനലുകളല്ല. അതെല്ലാം ബോർഡ് വെച്ച് ആൾക്കാർ വെറുതെ ഇങ്ങനെ ഞങ്ങൾ ഇടപെടാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രവാസികൾക്ക് ഏത് വഴി സഹായം കിട്ടിയാലും ഞങ്ങൾക്ക് അതിനകത്ത് അർത്ഥമൊന്നുമില്ല. പക്ഷെ വഴിതെറ്റി പോകരുതെന്ന് മാത്രമേ ഞങ്ങൾ. ആ നോർക്ക റൂട്ട്സിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസത്തിന് മുമ്പ് നോർക്ക ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു? പ്രവാസത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ പണ്ട് പോലെയല്ല. എംപ്ലോയേഴ്സിന് 2 വിധത്തിലുള്ള എംപ്ലോയേഴ്സിനെ കാണാം. എംപ്ലോയർമാർ കാണാം, ജോലി നൽകുന്ന ആൾക്കാരെ കാണാം. ഒന്ന്, കാൻഡിഡേറ്റിന്റെ സർട്ടിഫിക്കറ്റുകൾ ജെന്യുവിൻ ആണെന്ന് പരിശോധിച്ച് മാത്രം
ജോലി കൊടുക്കുന്ന ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ അവർക്ക് സ്കില്ല് ഉണ്ടെങ്കിൽ ഭീമാന്മാരായ എംപ്ലോയേഴ്സിനെ സംബന്ധിച്ചാൽ ജോലി കൊടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ രണ്ടാം ഇടകാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിക്ക് പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുക. ആ ജോലിക്ക് നിങ്ങൾ വളരെയധികം സ്കിൽഡ് ആണെങ്കിൽ നല്ല ജോലിയും കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് പോകുന്നവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കേന്ദ്രമാണ് നോർത്ത് ആർട്സ്, കോഴിക്കോട് നോർത്ത് ആർട്സ്. അതേപോലെ എറണാകുളത്ത്, പിന്നെ തിരുവനന്തപുരത്ത്. ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ 2 വിധത്തിലുണ്ട്. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുണ്ട്, അതേപോലെ വിദ്യാഭ്യാസേതര സർട്ടിഫിക്കറ്റ്, നോൺ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകളുണ്ട്. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ സാധാരണഗതിയിൽ സ്റ്റേറ്റില് ഏത് സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാലും ആ സംസ്ഥാനത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യാനുള്ള ചുമതല അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകളെയാണ് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്നത്. കേരളത്തില് അത് നിയോഗിച്ചിരിക്കുന്നത് നോർത്ത് റൂട്ട്സിനെയാണ്. ആ നോർത്ത് റൂട്ട്സിന്റെ കോഴിക്കോട് ഓഫീസിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം. പ്രൈമറി ആയി ചെയ്യേണ്ട ഏത് സർട്ടിഫിക്കറ്റുകളും, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ വിദേശ എംബസി, സൗദിയിൽ ജോലി കിട്ടി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സൗദി എംബസി ചെയ്യണമെങ്കിൽ സൗദി എംബസി ആ ഇന്ത്യൻ പൗരന്റെ സർട്ടിഫിക്കറ്റ് അവർ നേരത്തെ ഒരു കാര്യത്തിലും ചെയ്തു കൊടുക്കില്ല. അതിന് അവർ ചെയ്യുന്ന ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു നിർബന്ധം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് MEA, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്തിരിക്കണം. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്യണമെങ്കിലോ അതാത് സംസ്ഥാനങ്ങൾ ചെയ്തിരിക്കണം. ഇങ്ങനെ അതാത് സംസ്ഥാനങ്ങൾ ചെയ്താൽ മാത്രമേ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്യുള്ളൂ, വിദേശകാര്യ വകുപ്പ് ചെയ്യുള്ളൂ. വിദേശകാര്യ വകുപ്പ് ചെയ്താൽ മാത്രമേ എംബസി ചെയ്യുള്ളൂ. ആ അതാത് സംസ്ഥാനത്ത് ചെയ്യാനുള്ള, കേരളത്തിൽ ചെയ്യാനുള്ള ഒരേ ഒരു സ്ഥാപനം നോർത്ത് റൂട്ട്സ് ആണ്. വേറെ ഒരു സ്ഥാപനവും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ കേരളത്തിലില്ല. ആ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് നോർത്ത് റൂട്ട്സ് വഴി ചെയ്യുന്നത് നിങ്ങൾ ഏറ്റവും പ്രൈമറി ആയ അറ്റസ്റ്റേഷൻ ഞാൻ പറഞ്ഞ HRD, അതേപോലെ തന്നെ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ, ഇങ്ങനത്തെ ഒക്കെ നോർത്ത് റൂട്ട്സ് വാങ്ങുന്നത് 50 രൂപ, 75 രൂപ, അത്രയും ചെറിയ മീകറായ ഒരു ഫീസിനകത്ത് പബ്ലിക് സേവനം, പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ ചെറിയൊരു പൈസ മാത്രമേ ഇടാം. അതേസമയം സൗദി എംബസിയിലാണെങ്കിൽ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണമെങ്കിൽ 16,000 രൂപ കൊടുക്കണം. ഈ 16,000 രൂപ കൊടുക്കുന്നതിനകത്ത് 15,000-ലധികം രൂപയും സൗദി ദിനാറിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. അവർക്കുള്ള തുകയാണ്, അല്ലാണ്ട് ഗവൺമെന്റ് ഒക്കെയുള്ള അല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മേടിക്കുന്നതല്ല. അതാത് എംബസികൾ ഒരു ഫീസ് ഈടാക്കും. ആ ഫീസ് നമ്മൾ ഈടാക്കി അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇതേ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ചെയ്യിക്കണം. ധാരാളം ബോർഡ് വെച്ച് സ്ഥാപനങ്ങളുണ്ട് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ പറഞ്ഞിട്ട്. ആ സ്ഥാപനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ 10 or 20 ഇരട്ടി ചെയ്യും. അതേപോലെ തന്നെ ചിലപ്പോഴൊക്കെ സർട്ടിഫിക്കറ്റുകളിൽ അവർ തന്നെ ഓതന്റിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അവർ തന്നെ സീൽ വെച്ച് കൊടുക്കും. സീൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ, എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്, അല്ലാതെ ഞാൻ മറ്റുള്ള സ്ഥാപനങ്ങൾ, ധാരാളം ജെന്യുവിനായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ അതേസമയം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഫോർജറിക്ക് ഉത്തരവാദി ആ കാൻഡിഡേറ്റ് ആയി മാറുകയാണ്. ഒരിക്കലും അവർക്ക് ഒരു പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രേഖ അവർ കൊടുക്കില്ല. ഞങ്ങൾ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണ് ഇതുപോലെ ചെയ്തതെന്നുള്ള പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തെളിവുകൾ അവർ കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയാണ് കൊടുത്തതെന്ന് പറയാനുള്ള യാതൊരുവിധ ഇതും ഉണ്ടാവില്ല. ആ രൂപത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും നല്ല വിദ്യാഭ്യാസം നേടി, നിങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ വിദ്യാഭ്യാസം നേടുക വെച്ചാൽ നമ്മുടെ കുട്ടികൾ നേടുന്ന വിദ്യാഭ്യാസത്തിനെ കുറിച്ച് അവർ നേടുന്ന സ്കോളർഷിപ്പ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ശരിക്കും 1-2 കോടി രൂപയുടെ സ്കോളർഷിപ്പുകൾ നേടി പഠിക്കാൻ പോകുന്ന കുട്ടികൾ, സാധാരണ വീട്ടിലെ കുട്ടികൾ, അവർക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ നിസ്സാരമായ ഒരു കാര്യത്തിനാണ്. അതേസമയം ആ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ തന്നെ പുറത്തും ചെയ്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസ് വിട്ടുപോയാൽ അതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഇല്ലാതെ. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഓതറൈസേഷനുള്ള ഒരേ ഒരു സ്ഥാപനമായ നോർത്ത് റൂട്ട്സിനെ സമീപിക്കുക. അതേപോലെ നിങ്ങൾ മുതിർന്ന ആൾക്കാരായതുകൊണ്ട് അറിയാം, ഫാമിലി വിസ എടുക്കുമ്പോൾ, റെസിഡൻസ് വിസ എടുക്കുമ്പോൾ പലപ്പോഴും മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യും. അതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു കാരണവശാൽ വിദേശത്ത് വെച്ച് മരണപ്പെടുന്ന ആളുടെ വ്യക്തിയുടെ സാമ്പത്തികമായ ബാങ്ക് ബാലൻസുകളോ സാമ്പത്തികമായ കാര്യങ്ങളോ നേടിയെടുക്കണം, പവർ ഓഫ് അറ്റോർണി പോലത്തുള്ള സാധനങ്ങൾ വേണ്ടി വരും. അതൊക്കെ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കേന്ദ്രമായി നോർത്ത് റൂട്ട്സ് പ്രവർത്തിക്കുന്നു. ഒരു കാര്യം അതാണ്, അറ്റസ്റ്റേഷൻ പറഞ്ഞ വിങ് നോർത്ത് റൂട്ട്സിൽ വളരെ സുത്യർഹമായി പ്രവർത്തിക്കുന്ന ഒരു വിങ്ങാണ്. ഇനി അതേപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നത്, ഇപ്പോഴ് ചില കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടിയാലും പുറത്തു പോയി പഠിക്കാനും അതിനുള്ള അല്ലെങ്കിൽ ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കാനും ചിലപ്പോഴ് ഇവിടെ പഠിച്ചെല്ലാം പൂർത്തിയായ ആൾക്കാരുണ്ടാകാം. ആ ആൾക്കാർക്ക് പുറത്തു പോയി പഠിക്കണമെങ്കിൽ, ചിലപ്പോൾ പുറത്തു പോയി ജോലി ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ചില ലാംഗ്വേജുകൾ പഠിക്കണമെന്നുണ്ടാകും. ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന വിസ പ്രോസസ്സിങ്ങിന് കുറച്ച് പൈസ വന്നേക്കാം. അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നോർത്ത് റൂട്ട്സ് കേരള സർക്കാർ ഈ അടുത്ത കാലത്തായി നോർക്കയുടെ കീഴിൽ ഒരു നോർക്ക ശുഭയാത്ര എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 ലക്ഷം രൂപ വരെ ആ കുട്ടിക്ക് വായ്പ കൊടുക്കും. ഒറിജിനൽ കറക്റ്റ് ജെന്യുവിനെസ് ഉള്ള വിസകളുള്ളവർക്ക് മാത്രമേ കൊടുക്കൂ. അതേപോലെ പഠിക്കാനും അത് ഉപയോഗിക്കും. നൈപുണ്യ വികസനത്തിന് ഏതെങ്കിലും ഒരു സ്കൂൾ നോർക്ക സംബന്ധിച്ച് നോർക്ക റിക്രൂട്ടിംഗ് ഏജൻസി കൂടിയാണ്.
ഗവൺമെന്റിന്റെ അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസിയാണ് നോർക്കയും ഒഡാപാക് എന്ന് പറയുന്ന സ്ഥാപനം. ആ റിക്രൂട്ടിംഗ് ഏജൻസിയായ നോർക്ക വഴി ധാരാളം ആൾക്കാരെ നമ്മളിപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നഴ്സിംഗ് മേഖലയിലാണ് വളരെ കൂടുതൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. നഴ്സിംഗ് മെഡിക്കൽ മേഖലകളാണ് കൂടുതൽ നടക്കുന്നത്. അടുത്ത കാലത്ത് ജർമ്മനിയിലേക്ക് ഇലക്ട്രിക്കൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പേർക്കുണ്ട്. പലപ്പോഴും എന്തുകൊണ്ട് മറ്റുള്ള മേഖലകൾ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക് പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ച് ധാരാളം കുട്ടികൾ നടത്തുന്നുണ്ട്. പക്ഷെ അവരോടൊന്നും ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി മാറാത്തത് കൊണ്ടാണ്. അതായത് BMW ആൾക്കാർ വന്നിട്ട് അവർക്ക് എഞ്ചിൻ പാർട്ടുകളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിച്ച ആളുണ്ടാവും, പക്ഷെ ആ BMW രൂപത്തിലേക്ക് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇന്ന് റെഡി കാൻഡിഡേറ്റിന് നമുക്ക് തരാൻ പറ്റും എന്നുള്ള പറയാൻ കൊണ്ടുപോകാൻ. അതേസമയം നഴ്സിംഗോ മെഡിക്കലോ അതിനുള്ള യാതൊരു ഇതുമില്ല, എളുപ്പത്തിൽ അവർക്ക് കിട്ടും. അതേ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിക്കൊള്ളാം, നഴ്സിംഗിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഗവൺമെന്റ് ടു ഗവൺമെന്റ് മാത്രമാണ്, അല്ലാണ്ട് നോർക്ക റൂട്ട്സ് ഏതെങ്കിലും ഏജൻസിനെ സമീപിച്ച് അതുവഴിയല്ല. ജർമ്മനി ആയിട്ട് നടത്തുന്ന ജർമ്മനി ആദ്യം പറയാറ് BSc നഴ്സിംഗ് വിത്ത് 3 year എക്സ്പീരിയൻസ് അല്ലെങ്കിൽ GNM വിത്ത് 5 years എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെയാണ് പറയാറ്. ഇപ്പോഴവർ പറയുന്നത് ഒരു +2 സയൻസിൽ 60% കുറയാതെ മാർക്കുള്ള കുട്ടികളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി പഠിപ്പിച്ച് നേഴ്സാക്കി മാറ്റാം. ഒരു നേഴ്സാക്കി മാറ്റുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയോളം അടുത്ത് ശമ്പളം വരുന്ന രൂപത്തിലേക്ക്. അതായത് ആദ്യത്തെ ലാംഗ്വേജ് B1 എന്ന് പറയുന്ന കാറ്റഗറി അവരിവിടെ അവരുടെ എറണാകുളത്തും തിരുവനന്തപുരത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കും. അതിനെന്താണെന്ന് വെച്ചാൽ ചെറിയ ആ കോഴ്സ് ഫീസ് അവർ ഒഴിവാക്കി കൊടുക്കും. അതേസമയം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടേക്കർ എന്നുള്ള പോസ്റ്റിലേക്ക് കൊണ്ടുപോയി ജർമ്മനി കൊണ്ടുപോയി B2 ലാംഗ്വേജ് പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നഴ്സിംഗ് പഠിപ്പിക്കുന്നു. അവിടെ ടെസ്റ്റ് പാസ്സാകുന്നു. ടെസ്റ്റ് പാസ്സായ രജിസ്റ്റേർഡ് നഴ്സായിട്ട് അഡ്മിഷൻ കൊടുക്കുന്നു. അങ്ങനെ നല്ല ഉയർന്ന നിലയിലേക്ക് പോകുന്ന ധാരാളം നഴ്സിംഗ് പഠിച്ച കുട്ടികൾ ഇപ്പോൾ ഫാമിലിയെ മൊത്തം 5-6 കൊല്ലം കഴിഞ്ഞ ഫാമിലിയെ മൊത്തം കൊടുക്കാനുള്ള സ്റ്റാറ്റസ് കൂടി അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ റിക്രൂട്ടിംഗ് ഏജൻസി കൂടിയാണ് നോക്കുന്നത്. ആ റിക്രൂട്ടിംഗ് ഏജൻസി പ്രവർത്തിക്കുന്നത് ഇതിനെല്ലാം വിസ പൈസ എന്ന് വെച്ചാൽ വളരെ വളരെ ചുരുങ്ങിയ പൈസയാണ്. കാരണം നോർക്ക ഒരു ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടി നോർക്കയ്ക്ക് വേണ്ടുന്ന സാമ്പത്തികമായ ഇതിനകത്ത് വേണ്ട ചെലവുകളൊക്കെ അതാത് ജർമ്മൻ ഗവൺമെന്റ് ജർമ്മനി, UK ആണെങ്കിൽ UK, അമേരിക്ക ആണെങ്കിൽ അമേരിക്ക അവർ നൽകും. അതിന് വേണ്ടത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ യാതൊരു ഈടാക്കാൻ വേണ്ടിയില്ല. പക്ഷെ ഇവിടെ അവരുടെ വിസ പ്രോസസിങ്ങിന് വേണ്ടി നടത്തുന്ന ചെറിയ ചെലവുകൾ മാത്രമേ ഈ കുട്ടികൾ വഹിക്കേണ്ടതുള്ളൂ. അത് അങ്ങനെ ഒരു വാദാനം അവിടെയുണ്ട്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ല, തീരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, പക്ഷെ അവർക്ക് കിട്ടുന്ന ഞാൻ ഒരു ആൺകുട്ടി പെൺകുട്ടി ഇങ്ങനത്തെ ഭേദങ്ങളൊന്നുമില്ല, അവർക്ക് കിട്ടുന്ന വിസ ജനുവിനാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് E-Migrate എന്ന് പറഞ്ഞൊരു പോർട്ടൽ, E-Migrate-ല് കുറെ സ്ഥാപനങ്ങൾ ചെറിയ സ്ഥാപനങ്ങൾ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് ആർക്കും ബോർഡ് വെച്ച് തുടങ്ങാവുന്ന ഒരു കാര്യമല്ല റിക്രൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് തുടങ്ങുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് വരുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളാണ് വിസ ഓഫർ ചെയ്യുന്നതെങ്കിൽ അത് ശരിക്കും അംഗീകൃതമായിരിക്കും. ആ അംഗീകൃതമായ സ്ഥാപനങ്ങളിലൂടെ വരുന്ന ആൾക്കാർക്ക് 2 ലക്ഷം രൂപ വരെ ധനസഹായം നൽകും. ആ 2 ലക്ഷം രൂപ തിരിച്ചടക്കേണ്ട ഇതാണ് ഏകദേശം 3 മാസം കൊണ്ട് തിരിച്ചടക്കണം. 3 വർഷം കൊണ്ട് തിരിച്ചടക്കണം. അതിനകത്ത് 6 മാസം, അതായത് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനമായിട്ട് ബന്ധിച്ചിട്ടുണ്ടാവുക. 6 മാസത്തെ പലിശ, അതിന്റെ പലിശ ആര് കൊടുക്കും വെച്ചാൽ നോർക്ക റൂട്ട്സ് കൊടുക്കും. അതിന് ശേഷമുള്ളതിനകത്ത് അവർ എത്ര പറയുന്നുവോ അതിനകത്ത് 4% നോർക്ക റൂട്ട്സ് കൊടുക്കും. 4% നോർക്ക റൂട്ട്സ് കുറച്ച് കൊടുക്കും. അതായത് അവിടെ പോയി ഒരു ജോലി നേടിയെടുക്കാൻ ഒരു കുട്ടിയെ പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത്. ശുഭയാത്ര എന്ന് പറയുന്ന പ്രോഗ്രാം ഇതിനോട് അനുബന്ധിച്ച് ഞങ്ങൾ പറയാം. പലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ നമുക്കറിയാം 2 തരത്തിൽ ഉപയോഗപ്പെടുത്താം. അതായത് ധാരാളം പരസ്യങ്ങൾ വരും ജോലിക്ക് വേണ്ടിയിട്ട്. ധാരാളം പരസ്യങ്ങൾ വരുന്ന ജോലികൾക്ക് വേണ്ടി ജോലിക്ക് അപ്ലൈ ചെയ്യും, വിട്ടുപോകുന്ന ധാരാളം പേരുണ്ട്. അതായത് ശരിക്കും അന്വേഷിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇതിന്റെ മുന്നിൽ വന്ന ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന നമുക്കറിയാലോ ഒരു പ്രവാസി പരാതി പരിഹാര കമ്മിറ്റി ഉണ്ട്. നമുക്കറിയാമത് എല്ലാ ജില്ലകളിലും കളക്ടറുടെ അധ്യക്ഷതയിൽ അല്ലെങ്കിൽ LSGD-യുടെ കൺവീനർ ആയിക്കൊണ്ട്, LSGD ഡെപ്യൂട്ടി ഡയറക്ടറോ മറ്റോ കൺവീനർ ആയിക്കൊണ്ട് ഒരു പരാതി പരിഹാര സെല്ലുണ്ട്. അതായത് പ്രവാസി പരാതി പരിഹാര സെല്ല്. പ്രവാസികൾക്ക് ഉണ്ടാകുന്ന പരാതികൾക്ക് നിങ്ങൾക്ക് നേരിട്ട് കളക്ടറെ സമീപിക്കാം. അതിന് വേണ്ടിയുള്ള സെല്ലാണ്. ആ സെല്ലിൽ വന്ന ഒരു പരാതി എന്ന് വെച്ചാൽ സ്വന്തം കുടുംബത്തിൽ ഒരാളാണ് വിസ കൊടുത്തത്, പക്ഷേ അയാൾ ട്രാപ്പിലായി പോവുകയാണ് ചെയ്തത്. അതായത് അയാളുടെ ജോലി എന്ന് വെച്ചാൽ കൊണ്ടുപോയി ഒരു റൂമിൽ അടച്ചിട്ട് നമ്മുടെ ഫ്രോഡ് പരിപാടികളാണ്. അതായത് ആൾക്കാരെ പറ്റിച്ച് ഓൺലൈൻ തട്ടിപ്പ് നടത്തുക തന്നെയാണ്. അയാളുടെ നിശ്ചയിച്ച കല്യാണത്തിന് പോലും അവർ വരാത്ത അവസ്ഥയായി. അത്തരത്തില് അതായത് യാതൊരു പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ അതിൽ വേറൊരു വളരെ ദുഃഖകരമായ സംഭവം പലപ്പോഴും പറ്റിക്കുന്നത് മലയാളികൾ തന്നെയാണ്. മലയാളികളെ പറ്റിക്കുന്ന വല്ലാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് പറഞ്ഞേക്കാൻ പാടുള്ളൂ. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് എന്ന് പറയുന്ന 2 ഓഫീസുകൾ തിരുവനന്തപുരത്തും കോഴിക്കോടും തിരുവനന്തപുരത്ത് എറണാകുളത്തും പ്രവർത്തിക്കുന്നു. ആ ഓഫീസുകളിൽ വിളിച്ചാൽ ഈ തന്നിരിക്കുന്ന ഏജൻസി കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും. അതേസമയം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിസ കറക്റ്റോ അല്ലയോ എന്നുള്ള കണ്ടുപിടിക്കാൻ കഴിയും. അത് അതാത് എംബസികൾക്കേ കഴിയും.
അതേസമയം ഈ കാര്യങ്ങൾ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് വഴി കറക്റ്റായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. തന്നിരിക്കുന്ന ഏജന്റ്, ഈ പറയുന്ന ഏജന്റ് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ പറഞ്ഞേക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് കുട്ടികളെല്ലാം പറഞ്ഞേക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ട് തന്നെ ആ ഏജൻസിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക. ആ ഏജൻസിയുടെ എല്ലാ ഡീറ്റെയിൽസ് നോക്കുക. ഇനി പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ, അതേപോലെ തന്നെ പാസ്പോർട്ടുകൾ, ഇതിന്റെ ഒക്കെ കോപ്പികൾ വീട്ടിൽ ഏൽപ്പിക്കുക. അതേപോലെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ ഏതൊക്കെയാണ് അതൊക്കെ കൊടുക്കുക. കാരണം നിങ്ങളിലേക്ക് എത്താൻ, അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങൾക്ക് ഒരു മാർഗമാണ്. അതിന്റെ ഭാഗമായിട്ട് ഇനിയാണ് പ്രവാസി ID കാർഡ് എന്ന് പറഞ്ഞ സംഗതി വന്നത്. പ്രവാസി ID കാർഡ് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന എത്ര പ്രവാസികൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ കണക്കില്ല. ഗവൺമെന്റ് കയ്യിൽ കേരളത്തിൽ എത്ര പ്രവാസികൾ ഉണ്ട് എന്ന് വെച്ചാൽ കൃത്യമായ കണക്കൊന്നും പറയാൻ പറ്റില്ല. നോർത്ത് റൂട്ട്സിന് കുറച്ച് കാര്യം പറയാൻ പറ്റും. മലപ്പുറത്ത് ഇത്ര ഉണ്ട്, കോഴിക്കോട് ഇത്ര ഉണ്ട്. എങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്? പ്രവാസി ID കാർഡിലൂടെ. പ്രവാസി ID കാർഡ് എന്തിനു വേണ്ടിയാണ്? പ്രധാനമായിട്ട് ഞങ്ങളുടെ ഉദ്ദേശം മറ്റൊരു കാര്യമല്ല. നിങ്ങൾ വിചാരിക്കും അതിനെ കൊണ്ട് വലിയ കാര്യങ്ങളാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ലൊക്കേറ്റ് ചെയ്യാന്നില്ല. നിങ്ങൾ കേരളത്തിൽ നിന്ന് ഒരു കേരളീയനായ പ്രവാസി ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയാളിലേക്ക് എത്താൻ ഒരു മാർഗമാണ്. ഇസ്രായേലില് ഉണ്ടായപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഇറാനിൽ ഉണ്ടായപ്പോൾ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഒക്കെ സ്റ്റുഡന്റ് ID കാർഡുകളും, അതേപോലെ തന്നെ ഇതുവഴി നമുക്ക് പ്രവാസി ID കാർഡുകളാണ്. ഈ ID കാർഡിന്റെ മേന്മ എന്താണെന്ന് വെച്ചാൽ, പ്രവാസി ID കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് വിസയുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സംഭവമാണ് പ്രവാസി ID കാർഡ്. അതിനകത്ത് ഒരു 3 വർഷത്തേക്കാണ് സാധാരണ ഒരു പ്രവാസി ID കാർഡിന്റെ വാലിഡിറ്റി. ഇപ്പോഴത്തെ അതിന്റെ നിരക്ക് എന്ന് വെച്ചാൽ 408 രൂപയാണ്. ആ 408 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ഇൻഷുറൻസ് കവറേജ് കൂടി അതിനകത്ത് ഉണ്ട്. 5 ലക്ഷം രൂപ അപകട, പ്രവാസിക ആ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ആള് അപകട മരണം സംഭവിക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ ആ കുടുംബത്തിൽ ലഭിക്കും. അതേപോലെ ഗുരുതരമായ അപകടം പറ്റുവാണെങ്കിൽ 2 ലക്ഷം രൂപ ആ കുടുംബത്തിൽ ലഭിക്കും. നമ്മള് മംഗപ്പില് കുവൈത്തിൽ തീപിടുത്തണ്ടായിട്ട് കാസർഗോഡ് മുതൽ ഇവിടെ മലപ്പുറം വരെ എനിക്ക് ചാർജുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ വരെ ഞാൻ പോയി, എല്ലാ വീടുകളിലും ഞാൻ പോയി. അതിനകത്ത് ഒരേ ഒരാൾക്ക് മാത്രമേ പ്രവാസി ID കാർഡ് ഉണ്ടായിരുന്നു. അതായത് കാസർഗോഡുള്ള ഒരേ ഒരു ലക്ഷം, ബാക്കി ആർക്കും പ്രവാസി ID കാർഡ് ഉണ്ടായിരുന്നില്ല. ആ കുടുംബത്തിന് പ്ലസ് ഗവൺമെന്റ് കൊടുത്ത 16 ലക്ഷം രൂപയോളം പ്ലസ് 5 ലക്ഷം രൂപ കൂടി ആ കുടുംബത്തിന് 4 ലക്ഷം രൂപ കൂടി ആ കുടുംബത്തിന് വെറും 408 രൂപ. നിങ്ങളെ സംബന്ധിച്ചോളം മനസ്സിലാക്കും, 3 കൊല്ലത്തേക്കാണ് 408 രൂപ. ഒരു കൊല്ലം 100 സംതിങ് രൂപകൾ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ആൾക്കാർ അത് എടുക്കില്ല. ഇപ്പോഴും കുറെ ആൾക്കാർ എല്ലാം പുറപ്പെട്ടിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? പ്രവാസി കെയർമെന്റ്, നോർക്ക കെയർമെന്റ് ഒരു സംഭവം, ഒരു ഇൻഷുറൻസ് വരാൻ പോകും. അതുകൊണ്ട് വിദേശ വാസത്തിലുള്ള അവർക്ക് വേണ്ടി നോർക്ക കെയർ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് വരുന്നത് കൊണ്ടാണ് ഇപ്പോഴതിനകത്ത് ഒരുപെട്ടിരിക്കുന്നത്. ഇനി അടുത്ത, അതായത് ഇതെല്ലാം ഞാൻ പറഞ്ഞൊക്കെ പ്രവാസത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ്. ഇനി അതേസമയത്ത് പ്രവാസി ആയതിനു ശേഷവും, അതായത് ഞാൻ പറഞ്ഞല്ലോ പ്രവാസി ആയതിനു ശേഷം അതായത് പ്രവാസികളെ സംബന്ധിച്ചത്, പ്രവാസികളെ അവിടുന്ന് എന്തെങ്കിലും കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പലപ്പോഴും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന നോർക്ക റൂട്ട്സിന്, കേരളത്തിൽ നോർക്ക റൂട്ട്സിന് തന്നെയാണ് അതിന്റെ പൂർണ്ണ ചുമതല ലഭിക്കുന്നത്. നോർക്ക റൂട്ട്സ് ആണ് കൊണ്ടുവരിക. ഇനി അതേപോലെ നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും അറിയായിരിക്കും, ചില ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കാം, അതായത് വിദേശത്ത് വെച്ച് മരണപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാൻ സഹായമില്ലെങ്കിൽ അതിനുള്ള സഹായം കൂടി നോർക്ക റൂട്ട്സ്, അതിനുള്ള സാമ്പത്തിക സഹായം നോർക്ക റൂട്ട്സ്, ബോഡി റിപ്പാട്രിയേഷൻ പറഞ്ഞ ഒരു പ്രോഗ്രാം നോർക്ക റൂട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ വിദേശത്ത് വെച്ച് ഗുരുതരമായ അസുഖം ബാധിച്ച് കിടപ്പിലായി പോയ ഒരാളെ കൊണ്ടുവന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആംബുലൻസ് സർവീസുകൾ, അതായത് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് സർവീസുകൾ നോർക്ക റൂട്ട്സ്. ഇതെല്ലാം ഞാൻ ഈ പറയുന്നത് ചെറുങ്ങനെ പറയുന്നത് എന്തിനുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ നോർക്ക റൂട്ട്സിൽ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. സംഭവം എന്ന് പറയാനുള്ള ഇത് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നോർക്ക റൂട്ട്സ് അതുവഴി ചെയ്യും. ഇനി പ്രവാസത്തിന് ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, പ്രവാസത്തിന് ശേഷം തിരിച്ചു വന്ന ആളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെത്തി പ്രവാസിയായാൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു പ്രവാസി വെൽഫെയർ സ്കീം ഉണ്ട്, സാന്ത്വന മറ്റൊരു പ്രവാസി വെൽഫെയർ സ്കീം ഉണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ വെച്ചാൽ പ്രവാസികൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ലോണുകൾ നോർക്ക റൂട്ട്സ് നൽകുന്നുണ്ട്. ഈ സാന്ത്വനയെ സംബന്ധിച്ചിടത്തോളം ചില കൃത്യമായ പരിധികൾ അതിൽ വെച്ച്, ആ പരിധികൾക്കെതിരെ പലപ്പോഴും പരാതികളുണ്ട്. ആ പരാതി ഗവൺമെന്റ് ശ്രദ്ധയിലുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യ നടപടി ചെയ്യും തന്നെയാണ് വിശ്വാസം. അതായത് സാന്ത്വന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെ പ്രവാസികൾക്കുള്ള നോർക്ക വഴി നടപ്പിലാക്കുന്ന, സർക്കാരിന്റെ നോർക്ക വഴി നടപ്പിലാക്കുന്ന ഒരു ദുരിതാശ്വാസ നിധിയാണ് സാന്ത്വന. സാന്ത്വനയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാന്ത്വനന്റെ അടുത്ത് 4 ഫോൾഡില് സഹായം കൊടുക്കുന്നുണ്ട്. ഒന്ന്, പ്രവാസിക്ക് അസുഖം വന്നാൽ ചികിത്സയ്ക്കുള്ള ഏതെങ്കിലും ഗുരുതരമായ അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ധനസഹായം പരമാവധി 50,000 രൂപ. അതേപോലെ തന്നെ പ്രവാസിയുടെ ഒരു പെൺമക്കളുടെ വിവാഹത്തിന് 15,000 രൂപ. അതേപോലെ പ്രവാസികൾക്ക്
പിന്നെ എന്തെങ്കിലും അപകടം പറ്റി അയാൾക്ക് നടക്കാൻ വയ്യാത്തയോ അല്ലെങ്കിൽ ലോക്കോമോഷന് ചലനത്തിന് പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് 10,000 രൂപ വരെ എന്തെങ്കിലും ഉപകരണങ്ങൾ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി ക്രച്ചസോ മറ്റുള്ള ഉപകരണങ്ങളോ വാങ്ങിക്കാൻ വേണ്ടി 10,000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ പ്രവാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ പ്രവാസിയുടെ കുടുംബത്തിന് 1,00,000 രൂപ ലഭിക്കും. ഇങ്ങനെയാണ് അതിന്റെ സ്കീമിന്റെ പ്രത്യേകത. പക്ഷേ ഈ സ്കീമിന്റെ അകത്ത് 2 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യം നിർബന്ധമായിട്ട് പറയും. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രവാസി വർക്കിംഗ് വിസയിൽ ജോലി ചെയ്ത ആള് തന്നെയായിരിക്കണം. അല്ലാതെ പാർട്ണർ വിസയിലോ ഹൗസ് വൈഫായിട്ട് പോകുന്ന ആൾക്കാരോ അങ്ങനത്തെ അവർക്കൊന്നും ലഭിക്കില്ല. വർക്കിംഗ് വിസയിൽ മിനിമം 2 വർഷമെങ്കിലും ജോലി ചെയ്യിക്കണം. ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം പ്രവാസിയായിരുന്നുണ്ടോ അത്രയും കാലമാണ് അദ്ദേഹത്തിന് ഇവിടെ സഹായം ലഭിക്കുക. എന്നാൽ അതിന് ലിമിറ്റ് ഉണ്ട്, 10 വർഷം വരെ കിട്ടുക. അതായത് ഞാൻ പറഞ്ഞു വന്ന ആശയത്താണ് 5 വർഷമാണ് പ്രവാസത്തിൽ ഇരുന്നെങ്കിൽ, അതായത് 2020 പോയ ഒരാള് 2025 പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് 5 വർഷമാണ് അയാൾ ജോലി ചെയ്തത്. അതുകൊണ്ട് 2030 വരെ മാത്രമേ ഇയാൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ. അല്ലാണ്ട് പ്രവാസി എന്നുള്ള തുടർച്ചയായിട്ട് കിട്ടുന്നില്ല. എത്ര വർഷം അവിടെ ജോലി ചെയ്തു അത്ര വർഷം. എന്നാൽ നിങ്ങളുടെ മനസ്സിലാ നേരം വരുന്നുണ്ടാകാം 20 വർഷം ജോലി ചെയ്ത ഒരാള് 2025 തിരിച്ചെത്തി, എന്നാൽ അയാൾക്ക് 2045 വരെ കിട്ടുമോ എന്നുള്ള ചോദ്യം വരും. ഇല്ല, 2035 വരെ കിട്ടും. 10 വർഷമാണ് മാക്സിമം. മിനിമം 2 വർഷവും മാക്സിമം 10 വർഷവും. എത്ര കാലമാണോ പ്രവാസം അത്രയും കാലത്തിനുള്ളിൽ ഈ സാമ്പത്തിക സഹായം ലഭിക്കും. ധാരാളം പേര് ഇതിന് സാമ്പത്തിക സഹായം പക്ഷെ അറിവില്ലായ്മ കൊണ്ട് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയി വരുന്ന അപേക്ഷകളും ഉണ്ട്. ഇതിനകത്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ ശ്രദ്ധയുണ്ട്. അപ്പോൾ അതിനകത്താണ് മനസ്സിലാക്കുക സാന്ത്വന എന്ന് പറയുന്ന സ്കീം ഇതിനകത്ത് 3 കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അതേസമയം സാന്ത്വനക്ക് വേണ്ടിയിട്ട് രജിസ്ട്രേഷനോ നിങ്ങളെ ID കാർഡോ യാതൊന്നും ആരില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ വിസകൾ അതിനകത്ത് ഉണ്ടായിരിക്കണം, നിങ്ങളെ അതായത് അറൈവൽ ഡിപ്പാർച്ചർ സീലുകൾ ഉണ്ടായിരിക്കണം. ഇത്രയും ആവശ്യം. നോർക്കൽ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനകത്ത്. ആകെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഗതി ഞാൻ പറഞ്ഞ പ്രവാസി ID കാർഡിന്, സ്റ്റുഡന്റ് ID കാർഡ്, പ്രവാസി രക്ഷാ ഇൻഷുറൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല. രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഗതി നോർക്കാ റൂൾസിലില്ല. ഇനി അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് പിന്നെ ലോണിനെ സംബന്ധിച്ചോളം, അതായത് സംരംഭം തുടങ്ങാനുള്ള ലോണുകൾ. സംരംഭം തുടങ്ങാനുള്ള പ്രധാനമായിട്ടുള്ള ലോൺ എന്ന് വെച്ചാൽ ഇപ്പോഴും കൊടുക്കുന്നത് NDPRE എന്ന് പറയുന്നത് നോർക്കാ ഡിപ്പാർട്ട്മെന്റ് എമിഗ്രന്റ് റിട്ടേൺ പ്രോജക്റ്റിൽ വരുന്ന പുനരധിവാസ പദ്ധതി, അതായത് തിരിച്ചെത്തിയ പ്രവാസികൾക്കുണ്ട് പുനരധിവാസ പദ്ധതിയിൽ വരുന്ന NDPRE എന്ന് പറയുന്ന സംഗതി. ഇതിനെങ്ങനെയാണ് ലോൺ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 2 വർഷത്തിന്റെ 2 വർഷം ഇങ്ങനത്തെ കാലാവധികളൊന്നുമില്ല. പ്രവാസി ആയിരിക്കണം, വർക്കിംഗ് വിസയിൽ ജോലി ചെയ്തിരിക്കണം, വയസ്സിന്റെ പരിമിതികളുമില്ല. ബാങ്കിനാണ് അതെല്ലാം തീരുമാനിക്കുക. അതിനകത്ത് ഇത്ര വർഷത്തിനുള്ളിൽ നാട്ടിൽ വന്ന് ഇത്ര വർഷത്തിനുള്ളിൽ ലോൺ എടുക്കണം, ഇങ്ങനത്തെ യാതൊരു കാര്യമില്ല. പ്രവാസി ആയിരിക്കണം, വർക്കിംഗ് വിസയിൽ ജോലി ചെയ്തിരിക്കണം. ഇത് മാത്രമേ NDPRE-നുള്ളൂ. അതിനകത്ത് എന്താണ് മേന്മ? ഒരു 15% സബ്സിഡി കിട്ടും, മൂലധനം സബ്സിഡി കിട്ടും, 3% ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടും. അതായത് ഇപ്പൊ നിങ്ങളൊരു തൽക്കാലം മനസ്സിലാക്കുക, ഒരു ഓട്ടോറിക്ഷ വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചു നോക്കുക. ഒരു ഓട്ടോറിക്ഷ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാർ 30 ലക്ഷം വരെ ലോൺ കിട്ടാം. അതിനകത്ത് ഓട്ടോറിക്ഷ വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു ഒരു കഫ്റ്റേരിയ തുടങ്ങാൻ തീരുമാനിച്ചാൽ അപ്പുറത്തവൻ കഫ്റ്റേരിയ തുടങ്ങിയ വേണ്ടിയിട്ട് ഇപ്പുറത്തവൻ തുടങ്ങുന്ന പരിപാടി പറ്റില്ല. നിങ്ങൾ ശരിക്കും അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. അതിൽ ഞങ്ങളുടെ തന്നെ നോർക്ക ബിസിനസ് സെന്റർ NBFC നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ അതിനകത്ത് നല്ല പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട്. പലപ്പോഴും പത്രത്തിൽ ഔട്ട് ചെയ്ത് അപ്ലിക്കേഷൻ അടിച്ച് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പരിശീലനം കൊടുക്കാറുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട്. GST അതേപോലെ തന്നെ എന്തെങ്കിലും ലൈസൻസ് വേണം, ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ലൈസൻസ് സംഭവങ്ങൾ. നിങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കണം, ആ പ്രോജക്റ്റ് ഉണ്ടാക്കി തരാനും എല്ലാം നോർക്ക റൂൾസ് തരാം. പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി 4,000-5,000 രൂപ കൊടുത്ത് അപ്പുറത്ത് പോകേണ്ട എല്ലാം നോർക്ക റൂൾസ് കംപ്ലീറ്റ്ലി ഫിറ്റ് ആണ്. അതിനെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കുക. ഇതിനകത്ത് നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് പഠിക്കുക. പഠിച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന എസ്റ്റിമേറ്റ് കോസ്റ്റ് എത്ര വരും എന്ന് മനസ്സിലാക്കുക. അതിനൊക്കെ എത്ര ലോൺ കിട്ടേണ്ടി വരും എന്നുള്ള ലോൺ കൊടുക്കാത്ത ഒരേ ഒരു മേഖല വെച്ചാൽ കൺസ്ട്രക്ഷൻ മേഖല മാത്രം. നിർമ്മിക്കാൻ വേണ്ടി നമ്മളൊന്നും കൊടുക്കാറില്ല. ലോൺ എന്ന് വെച്ചാൽ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പൈസ തരില്ല. ബിൽഡിംഗ് എടുത്ത് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ലോൺ കിട്ടും ബാങ്കിൽ നിന്ന്. അതായത് ബാങ്ക് വഴിയാണ് നമ്മൾ ഈ ലോൺ കൊടുക്കുന്നത്. ബാങ്ക് വഴി കൊടുക്കുന്നിടത്ത് ആദ്യം ഇത് മനസ്സിലാക്കി ഒരു ബാങ്കുമായിട്ട് സഹായിച്ച് പ്രധാനപ്പെട്ട നാഷണലൈസ്ഡ് ബാങ്കുകളല്ല ഇതിനകത്തുണ്ട്. നോർക്ക റൂൾസുമായിട്ട് കരാറിലുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ കരാറില്ലാത്ത 2 ബാങ്കുകൾ എന്ന് വെച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്കും ഗ്രാമീണ ബാങ്കുമാണ്. ബാക്കി എല്ലാ ബാങ്കുകളും പിന്നെ നോർക്ക റൂൾസിന്റെ ഈ പരിധിയിൽ വരുന്ന.
ആ നോർക്ക റൂട്ട്സ് വഴിയുള്ള ലോണ് ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ലഭ്യമാക്കുമോ എന്ന് മാനേജറോട് ഗ്യാസ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച് അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ്, ഫോട്ടോ പേജ്, അഡ്രസ് പേജ് എടുക്കുക. അതേപോലെ വിസ, 2 കൊല്ലെങ്കിലും വർക്കിംഗ് വിസയിൽ ജോലി ചെയ്തിരിക്കണം ഞാൻ പറഞ്ഞല്ലോ. അത് തെളിയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് നോർക്ക റൂട്ട്സിന്റെ ഹെഡ് ഓഫീസിലേക്ക് വെച്ചാൽ നേരെ ബാങ്കിൽ കടലാസ് വരും. ബാങ്കിൽ ലോൺ അനുവദിക്കാൻ വേണ്ടിയിട്ടും അതിന് ഞങ്ങൾ സബ്സിഡി കൊടുക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് കത്ത് വന്നാൽ നിങ്ങളുടെ അടുത്ത് കത്ത് കിട്ടും. അതേ കത്തിന്റെ കോപ്പി നിങ്ങൾ കിട്ടും. അതുമായിട്ട് ബാങ്ക് സമർപ്പിച്ചാൽ ബാങ്ക് പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് സമരങ്ങൾ ചെയ്യാം. ചില ബാങ്കുകൾ നിങ്ങളോട് ചിലപ്പോൾ സെക്യൂരിറ്റി ആവശ്യപ്പെട്ടേക്കാം. എന്നാൽ ചില ബാങ്കുകൾ സെക്യൂരിറ്റി ആവശ്യപ്പെടും. അത് നിങ്ങളുടെ ക്രയവിക്രയത്തിനനുസരിച്ചിട്ടാണ് അതെല്ലാം ഉണ്ടാവുക. നിങ്ങളുടെ ട്രാൻസാക്ഷൻ പോളിസിക്ക് അനുസരിച്ചിട്ടാണ്. നല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ബാങ്ക് മാനേജർ പറയും 2 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ ലോൺ എടുക്കാൻ നിങ്ങൾക്ക്. അത് ആ ട്രാൻസാക്ഷൻ പോളിസി പലപ്പോഴും നിങ്ങൾ കേട്ടില്ലേ, പ്രവാസികളെല്ലാം ഇപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഞങ്ങളാണ് സാമ്പത്തികമായിട്ട് ധാരാളം, പക്ഷെ ബാങ്കിലൂടെ എത്ര പോയിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെ കുറവ്. അന്ന് തുടങ്ങിയ NRI മാത്രമേ ഉണ്ടാവും. ഏതായാലും തിരിച്ചു വരുമെങ്കിൽ, നാട്ടിൽ തിരിച്ചു വരുമെങ്കിലും നിങ്ങൾ ആൾക്കാരോട് പറയണം ഒരിക്കലെങ്കിലും ആ NRIയിലൂടെ പൈസ അയക്കണം. കാരണം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഞാനത് നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞ പോലെ ലാസ്റ്റിലെങ്കിലും ഒരു എമൗണ്ട് എങ്കിലും അയക്കണം എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഉണ്ടായിട്ട് പാസ്പോർട്ടിൽ നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾക്കൊരു ചൂണ്ട് വരികയാണ്. NRI അക്കൗണ്ടിലൂടെ അവിടെ നിന്ന് പൈസ വന്നിട്ടുണ്ട്, അയാൾ അവിടെ തന്നെ ഉണ്ടായിട്ടുള്ള തെളിയിക്കാനുള്ള സംഭവം കൂടിയാണ്. പക്ഷെ പലപ്പോഴും പലരുടെ ബാങ്ക് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ആദ്യം പോയ കാലഘട്ടത്തിൽ മാത്രമേ ഉണ്ടാവും. നിങ്ങൾ പൈസ എല്ലാം എത്തിച്ചിട്ടുണ്ടാവും, സംഗതി ബാങ്കിലൂടെ അങ്ങനത്തെ രീതിയിലാണ് ഉണ്ടാവും. അപ്പോൾ ആ ട്രാൻസാക്ഷനെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ബാങ്ക് ചിലപ്പോൾ അവർക്ക് മാനേജർക്ക് 10 ലക്ഷം വരെ വിത്തൗട്ട് സെക്യൂരിറ്റി തരാനുള്ള പവർ ഉണ്ട്. പക്ഷെ ബാങ്കുകൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ പോലെയിരിക്കും. ആ സെക്യൂരിറ്റി ഇല്ലാതെ കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ നമ്മൾ കേരള ബാങ്കും അതേപോലെ തന്നെ KSFE മുഖേന 5 ലക്ഷം രൂപ വരെ വിത്തൗട്ട് സെക്യൂരിറ്റി കൊടുത്തു. 1 ലക്ഷം രൂപ അതിനകത്ത് സബ്സിഡി കൊടുത്തു. 5 ലക്ഷം എടുത്താൽ 4 ലക്ഷം രൂപ തിരിച്ചടക്കാം. ഇപ്പോഴുള്ള ലോണിനെ സംബന്ധിച്ചുള്ള NGPRനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് അതിന്റെ ക്യാപിറ്റൽ നിങ്ങൾ ഇപ്പൊ 5 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ 75,000 രൂപ നിങ്ങൾക്ക് സബ്സിഡി കിട്ടും. 4.25 മാത്രമേ തിരിച്ചടക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് 15% സബ്സിഡി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ 30 ലക്ഷം വരെ ലോൺ അതിനകത്ത് അനുവദനീയമാണ്. 30 ലക്ഷം വരെയുള്ള പ്രോജക്റ്റിന് അനുവദിക്കണം. നിങ്ങൾ 2 പേര് കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15-30% കിട്ടും. നിങ്ങൾ ഗ്രൂപ്പാക്കി പ്രവാസികൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എത്ര പ്രവാസികളുടെ അതിനനുസരിച്ചുള്ള സബ്സിഡി കിട്ടും. അതായത് ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ വെച്ചാൽ 15% സബ്സിഡി കിട്ടും. അതേപോലെ ഓരോരോ മേഖലക്കനുസരിച്ചും നിങ്ങൾക്കറിയാം ഓരോരോ തരത്തിനും ഓരോ ലോൺ നിരക്കാണ്, ഇൻട്രസ്റ്റ് നിരക്കാണ് നമുക്കറിയാം. പല ലോണുകൾക്കും പല നിരക്കുകളാണ്. ആ ബാങ്ക് നിർണ്ണയിക്കുന്ന ലോൺ നിരക്കിന്റെ 3% 4 വർഷം നോർക്ക റൂട്ട്സ് നൽകും. അതായത് നിങ്ങൾക്ക് ബാങ്ക് ഇപ്പോൾ 12% പറഞ്ഞെങ്കിൽ 3% നോർക്ക റൂട്ട്സ് നൽകും. അതായത് എഫക്റ്റിൽ നിങ്ങൾക്ക് 9% ഉണ്ടാവും. പക്ഷെ കൃത്യമായി അടക്കുന്ന ആളായിരിക്കണം. അതായത് റെഗുലർ പേയ്മെന്റ് നടത്തുന്ന NPA അല്ലാത്ത നോൺ പേയ്മെന്റ് അക്കൗണ്ട് ആയി മാറാത്ത കൃത്യമായി അടക്കുന്ന ആൾക്ക് മാത്രമേ ഈ 2 സബ്സിഡി നൽകൂ. ഞാൻ പറഞ്ഞ ക്യാപിറ്റൽ സബ്സിഡി, മുതലിനുള്ള സബ്സിഡി 5 ലക്ഷം 20 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ സബ്സിഡി കിട്ടും. 17 ലക്ഷം മാത്രമേ തിരിച്ചടക്കേണ്ടുള്ളൂ. 3 ലക്ഷമാണ് മാക്സിമം സബ്സിഡി നൽകുക. ആ 20 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 3 ലക്ഷം 17 ലക്ഷം രൂപ തിരിച്ചടച്ചാൽ മതി. ആ 3 ലക്ഷം നിങ്ങൾക്ക് കിട്ടുന്നത് 3ാമത്തെ വർഷം മാത്രമേ കിട്ടുള്ളൂ. ആദ്യ വർഷം തന്നെ സബ്സിഡി കിട്ടില്ല. ഇപ്പൊ കയ്യിലൊരു 20 ലക്ഷം ഉണ്ടാവും. നോർക്ക വഴി ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ 3 ലക്ഷം അവിടെ നിന്ന് കിട്ടുമെങ്കിൽ ആ 20 എടുത്തിട്ട് ആ 17 അടുത്ത് നാളെ തന്നെ തിരിച്ചടച്ചാവുന്ന പരിപാടി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ലോക്കിംഗ് പീരീഡ് ആക്കിയത്. പണ്ട് ഇവിടുത്തെ മുതിർന്ന ആൾക്കാർക്ക് അറിയാം, പണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിരുന്ന IRDP എന്ന് പറയുന്ന ലോൺ ഉണ്ടായിരുന്നു. പശുവിന് പെട്ടിക്കടക്ക് അവരുടെ ഭാഷ പറയുകയാണെങ്കിൽ പെറ്റി ഷോപ്പ്. ആ പെറ്റി ഷോപ്പിനെല്ലാം വേണ്ടിയിട്ട് എന്ത് വെച്ചാൽ ലോൺ കൊടുത്തിരുന്നു. ആ ലോൺ കൊടുത്തതിന്റെ പിറ്റേന്ന് 10,000 രൂപ കൊടുക്കുന്നതാണെങ്കിൽ 2,000 രൂപ സബ്സിഡി ഉണ്ടെങ്കിൽ ഈ 10,000 മേടിച്ച് പിറ്റേ ഒരു പശുവിനെ തന്നെ അല്ലാതെ കാണിക്കുക. ഇതിന്റെ പിറ്റേന്ന് തന്നെ തിരിച്ചടച്ചാൽ പരിപാടി. അതോടുകൂടി സംരംഭം പൂർത്തിയായി. ഗവൺമെന്റ് ഉദ്ദേശിച്ച എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് വിചാരിച്ച് നടക്കാൻ അത് ഇതിനകത്ത് നടക്കാതിരിക്കാൻ വേണ്ടിയ ലോക്കിംഗ് പീരീഡ് വന്നത്. 3 വർഷം ലോക്കിംഗ് തന്നെ പൈസ അവിടെ കിടക്കും. ശരിക്കും ബാങ്ക് തന്നെ ചോദിക്കുന്നു എന്റെ സബ്സിഡി വന്നു വെച്ചാൽ സബ്സിഡി അവിടെ ഉണ്ടാവും. അതാണ് ആ രീതി. ആ ലോണ് സബ്സിഡി NGPR എന്ന് പറഞ്ഞാൽ അതുവഴി ലോൺ ലഭിക്കും. ഇത്രയാണ് ഞാൻ നക്ഷലിൽ പറയുന്നത്. ഇനി കുറച്ച് പ്രവാസി വിഷയങ്ങൾ പറയാം. നിങ്ങൾ ഈ 2 നമ്പറാണ് നോട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ ഒറ്റ വിളി. ഇവിടെ ഇനിയും ഉണ്ടാകുന്ന പ്രവാസികൾക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ നമ്മുടെ സംഗതികൾ മാറിപ്പോകും. 701 260 960 8. 701 260 960 8. ഇത് നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് ഓഫീസിന്റെ നമ്പർ. നമുക്ക് ആവശ്യമുള്ള എന്തിനു വിളിക്കാം. ഇനി ഒരു ടോൾ ഫ്രീ നമ്പർ കൊടുത്തരാം.
1800 425 39 ഇത് നോർക്ക റൂട്ട്സിന്റെ സംസ്ഥാനത്ത് മൊത്തം കാര്യങ്ങൾക്ക് എന്ത് കാര്യത്തിന് വിളിക്കാൻ പറ്റുന്ന നമ്പറാണ്. ഞങ്ങളുടെ ഓഫീസ് നമ്പർ ഞാൻ തന്നിട്ടുണ്ട്. ഇതാണ്. ഇനി പ്രവാസി ക്ഷേമനിധിനെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ പറയാം, അധികം ഒന്നും പറയുന്നില്ല. പ്രവാസി ക്ഷേമനിധിനെ സംബന്ധിച്ചിടത്തോളം അറിയാം, നോർക്ക റൂട്ട്സും പ്രവാസി ക്ഷേമനിധിയും തമ്മിൽ ഒരു ബന്ധമില്ല. രണ്ട് സംഭവങ്ങൾ. പ്രവാസി ക്ഷേമനിധി എന്ന് വെച്ച് കഴിഞ്ഞാല് തിരിച്ചു വന്ന പ്രവാസികൾ, അവിടെയുള്ള പ്രവാസികൾ, അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ, 3 തരം പ്രവാസി ഉണ്ട് അവിടെ. നമ്മള് ഒന്ന് വിദേശത്തുള്ള പ്രവാസികൾ, രണ്ടാമത്തെ വെച്ചാൽ തിരിച്ചു വന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്ത പ്രവാസികൾ, മൂന്നാമത്തെ അന്യ സംസ്ഥാനത്ത് ഇതര സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻഷൻ നൽകാൻ വേണ്ടിയിട്ടും അവരുടെ വെൽഫെയറിനും വേണ്ടിയിട്ട് ആവിഷ്കരിച്ച സ്ഥാപനമാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്ന സംഭവം. പ്രവാസി ക്ഷേമനിധി ബോർഡിൽ ഞാൻ പറഞ്ഞല്ലോ, വിദേശത്തുള്ള ആൾക്കാർക്ക് അതിനകത്ത് ചേരാം, നാട്ടിലെത്തിയ ആൾക്കാർക്ക് ചേരാം. മിനിമം 2 വർഷമെങ്കിലും ഉള്ള പ്രവാസം അനുഭവിച്ച ആൾക്കാർക്കാണ് അതിനകത്ത് ചേരാൻ പറ്റുന്നത്. വിദേശത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം നമ്മൾ അതിന് ഓൺലൈനാണ് അപേക്ഷ. ഓൺലൈനായിട്ട് നമ്മൾ നമ്മുടെ പാസ്പോർട്ടും അതേപോലെ തന്നെ വെച്ചാൽ വിസയും അതേപോലെ ഐഡന്റിറ്റി കാർഡുകളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നു. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു, നിങ്ങളുടെ പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗത്വത്തിന് വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു മെസ്സേജ് വരും. അവരുടെ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അത് പരിശോധിച്ച് അവർ തീരുമാനിക്കും. നിങ്ങൾ കൊടുത്ത രേഖകൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് അംഗത്വം അനുവദിക്കും. ഒരു 10 അക്ക നമ്പർ, അതായത് കോഴിക്കോടാണെങ്കിൽ 11 തുടങ്ങുന്ന ഒരു 10 അക്ക നമ്പർ നിങ്ങൾക്ക് അനുവദിക്കും. അത് കിട്ടുന്നതോടുകൂടി നിങ്ങൾ പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗമായി. നോർക്ക റൂട്ട്സിൽ ഞാൻ പറഞ്ഞല്ലോ, നോർക്കയിൽ അങ്ങനത്തെ അംഗത്വം എടുക്കുന്നില്ല. എന്നാൽ പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുണ്ട്. നിർബന്ധമായി അംഗത്വെടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ പ്രവാസി ക്ഷേമനിധി ബോർഡിൽ പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം കിട്ടുള്ളൂ. ആ അംഗത്വം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം വെച്ചാൽ, വിദേശത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മാസത്തിൽ 350 രൂപ അടക്കണം. സ്വദേശത്തുള്ള ആളെ സംബന്ധിച്ചിടത്തോളം 2 ആളുകൾ സ്വദേശത്ത്, ഒന്ന് പ്രവാസികളായി തിരിച്ചു വന്ന സെറ്റിൽ ചെയ്ത പ്രവാസികളും, ഒന്ന് അതേപോലെ തന്നെ അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു 200 രൂപ മാസം അടക്കണം. ആർക്ക് ചേരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 വിഭാഗങ്ങൾക്ക് ചേരാം. മാക്സിമം ഏജ് 60 വയസ്സ്. 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇതിനകത്ത് ചേരാൻ പറ്റും. 60 വയസ്സിന്റെ തലേ ദിവസം വരെ ചേരാൻ പറ്റും. ഇനി അതേപോലെ തന്നെ വെച്ചാൽ വേറെ ചെറിയ ഇത് കൂടി ഗവൺമെന്റ് അളവ് ചെയ്തിട്ടുണ്ട്. അതായത് ചിലപ്പോഴും അന്ന് വിദേശത്ത് പോകണമെന്നുള്ള മോഹവുമായി പുറപ്പെട്ട കുറെ മുതിർന്ന ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും 18 വയസ്സാക്കി പാസ്പോർട്ട് തിരുത്തി കയറിപ്പോയ ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പോഴതിനൊരു ചെറിയ അങ്ങനത്തെ ആൾക്കാർക്ക് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ ഏതെങ്കിലും രേഖകളിൽ പിന്നെ 18 വയസ്സ് 30 വയസ്സായിട്ടാണ് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് അംഗത്വം കൊടുക്കും. ഇങ്ങനെ അംഗത്വം നേടിക്കഴിഞ്ഞാൽ മാസത്തിൽ ഞാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് അടക്കണം. കൃത്യമായിട്ട് അടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചികിത്സ, അതേപോലെ തന്നെ പെൺമക്കളുടെ വിവാഹം, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ലഭിക്കും. അടക്കുന്നത് 60 വയസ്സാകുമ്പോൾ പെൻഷൻ ലഭിക്കും. 60 വയസ്സാകുമ്പോൾ പെൻഷൻ ലഭിക്കുന്നത് നാട്ടിൽ 200 രൂപ വെച്ച് അടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ലഭിക്കുന്ന പെൻഷൻ 3000 രൂപയാണ്. അതേസമയം വിദേശത്തുള്ള 350 രൂപ വെച്ച് അടക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം മാസത്തിൽ ലഭിക്കുന്ന പെൻഷൻ 3500 രൂപയാണ്. മനസ്സിലാക്കുക. 55ാമത്തെ വയസ്സിൽ ചേരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ 60 വയസ്സ് വരെ അടക്കണം. 60 വയസ്സ് അടച്ചു കഴിഞ്ഞാൽ അന്ന് 60 വയസ്സ് പൂർത്തിയാകുന്ന എലിജിബിൾ ഫോർ പെൻഷൻ എന്ന് മറ്റ് മെസ്സേജ് വരും. അന്ന് നമ്മൾ ഒന്നും കൂടെ പരിശോധിക്കുക, നമ്മൾ അടച്ചതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ, വലിയ ഉറപ്പാണ്, തെറ്റൊന്നും വന്നിട്ടില്ലെങ്കിൽ ഉടനടി നമുക്ക് പെൻഷനുള്ള അപേക്ഷ കൊടുക്കാം. ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുക്കുമ്പോൾ ആ സമയത്താണ് പെൻഷനിൽ അപേക്ഷ കൊടുക്കുമ്പോഴാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടത്. അന്നേരമാണ് ആ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ വരിക. ആദ്യകാലത്ത് ഇതൊന്നും ചോദിക്കുന്നില്ല. പിന്നെ പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കും, പെൻഷൻ കിട്ടും, പെൻഷൻ കിട്ടാൻ പോകുന്നില്ല. എന്താ കാരണം പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ, അന്ന് പലരും ചേരുന്നത് ആരെങ്കിലും സുഹൃത്തുക്കളെടുത്ത് പാസ്പോർട്ട് സാധനം കോപ്പിയിൽ എടുത്ത് കൊടുക്കും, ഞാൻ അടച്ചോടും, എടുത്ത് കുറച്ച് പൈസ അടച്ചോ എന്ന് മറ്റ കൊടുക്കും. ഒപ്പല്ലായാൽ ഇദ്ദേഹത്തിന്റെ പകൽ അദ്ദേഹമായിരിക്കും വിട്ടിട്ടുണ്ടാവും. ഇന്ന് നാട്ടിലെത്തിയിട്ട് പെൻഷൻ വാങ്ങിക്കുന്ന നേരത്ത് ഇദ്ദേഹം തന്നെ ഒപ്പിടും. അന്നേരം അദ്ദേഹത്തിന്റെ അന്നത്തെ ഒപ്പും ഇന്നത്തെ ഒപ്പും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് അന്നേരം അപേക്ഷ തിരിച്ചു വരും. തിരിച്ചു വരുന്നിടത്ത് ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈനാണ് പരിപാടി, എഴുത്തുകുത്തൊന്നുമില്ല. നിങ്ങളുടെ ഇൻബോക്സിൽ തന്നെ അപേക്ഷ കിടക്കുന്നത് ഇന്ന തകരാറുണ്ട്, പരിഹരിക്കണം പറ്റും. അതിങ്ങനെ കാത്തിരിക്കും. നോമിനി കൊടുക്കാൻ പാടില്ല. നോമിനി ആരാണ് നിങ്ങൾക്ക് ശേഷം പെൻഷൻ വാങ്ങേണ്ടത്, ആ പേരും അഡ്രസ്സും അവർ കൊടുക്കുന്ന ഐഡന്റിറ്റി കാർഡും തമ്മിൽ വ്യത്യാസം തിരിച്ചു വരും. അപ്പൊ
ഇപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം നോക്കണം. അപേക്ഷ കൊടുത്താൽ മാത്രം പോരാ. ഈ പെൻഷൻ അപേക്ഷ കൊടുത്ത് 2 വർഷത്തിനുള്ളിൽ 60 വയസ്സായി 62 വയസ്സ് വരെ ഗവൺമെന്റ് കാത്തിരിക്കും പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട്. 62 നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ അടുത്ത വയസ്സ് തിരിച്ച് വാങ്ങിച്ചാൽ കൊടുത്തി. അങ്ങനെ സംഭവിച്ചു പോയ ആൾക്കാർ അയച്ചോക്ക് ആ പെൻഷന്റെ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ഏറ്റവും വലിയ പരാതി എൻ്റെ അടുത്തേക്ക് വന്നായിരുന്നു. അവിടെ നടക്കായിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് പരാതി പറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് വെച്ചാൽ എനിക്ക് പിന്നീട് ഒരു ആനുകൂല്യം, അതായത് ഞാൻ പറഞ്ഞ ചികിത്സയും സംഗതി എല്ലാം കിട്ടുന്നത് ആ തുക അടക്കം മാത്രം. പെൻഷൻ ആയി കഴിഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ല. 3000 മാസം വെച്ചിട്ട് അയാൾ 5 കൊല്ലം അടച്ചിരിക്കുന്നു. 5 കൊല്ലം അടച്ചിരിക്കുന്ന ആളെ സംബന്ധിച്ചുള്ള ആളെ സംബന്ധിച്ചുള്ള അയാൾ അടക്കുന്നത് വെച്ചാൽ ഏകദേശം 12,000 രൂപ അയാൾ അടച്ചിരിക്കുന്നു. അയാൾ വാങ്ങിച്ച പെൻഷൻ എന്ന് വെച്ചാൽ ഏകദേശം 1,36,000 രൂപയോളം അയാൾ പെൻഷൻ വാങ്ങിച്ചു. ഈ പെൻഷന്റെ വേറൊരു കിട്ടുന്ന പ്രവാസി പെൻഷന്റെ ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ പ്രവാസിയുടെ ഭാര്യക്ക് അതിന്റെ പകുതി പെൻഷൻ, അത് പ്രലോങ്ഡ് ആണ്. അതുകൊണ്ടാണ് 60-ൽ കൂടുതൽ വേണം, 60-ൽ കുറഞ്ഞ ആൾക്കാർക്കും വേണം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് വളരെയധികം അതിനകത്ത് പോസിറ്റീവായ പ്രതികരണം നടത്താത്തത്. എല്ലാ പെൻഷൻ സ്കീമിനും 60. ഒരാളെടുത്ത് മാറ്റം വന്നാൽ എല്ലാവരുടെയും മാറ്റം വരും. അങ്ങനെയൊക്കെ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന് ഗവൺമെന്റ് അതിന്റെ ശ്രദ്ധയിലാക്കാര്യം ഉണ്ട് എന്നുള്ള നിങ്ങളോട് ഞാൻ പറയാം. ഇനി ആ പെൻഷൻ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഇനി 5 വർഷം അടക്കുന്ന 59 അവരകൾ ചേർന്നെങ്കിലോ അയാൾ 64 പേര് അടക്കണം. 59 5 കൊല്ലത്തെ പൈസ ഒന്നിച്ചടച്ചാലോ 60 കിട്ടുമോ? ഇല്ല, കിട്ടില്ല. 64 പേര് തന്നെ കിട്ടണം. 58 ചേർന്നാൽ 63. എന്നാൽ ഇപ്പോൾ 50 വയസ്സിൽ ഒരാൾ ചേർന്നു, 60 വയസ്സ് വരെ അയാൾ അടച്ചു. 60ാമത്തെ വയസ്സിൽ പെൻഷൻ ആകുമ്പോൾ 5 വർഷം അടച്ചവർക്കാണ് ഞാനൊരു 3000 രൂപ പറഞ്ഞത്. 5-ൽ കൂടുതൽ വർഷം അടക്കുന്ന ആൾക്കാർക്കോ അതായത് ഓരോ വർഷത്തിലും ഏകദേശം 100 രൂപയിൽ കൂടുതൽ അവർക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ അയാൾക്ക് 3500 രൂപ പെൻഷൻ കിട്ടും. കൂടുതൽ അടക്കും തോറും കൂടുതൽ പെൻഷൻ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ അവസാനത്തേക്കാക്കാതെ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ പെൻഷൻ 30 വയസ്സ് ചേർന്ന് 35-ാമത്തെ 38-ാമത്തെ വയസ്സിൽ ആള് മരണപ്പെട്ടു പോയി നോക്കുക, പ്രവാസി 5 വർഷത്തെ കൂടുതൽ അയാൾ അടച്ചുകൊണ്ട് തന്നെ അയാൾക്ക് ഫാമിലി പെൻഷൻ ഫാമിലിക്ക് അർഹതയുണ്ട് 5 വർഷത്തെ കൂടുതൽ അടച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതിനകത്ത് ആ സ്കീമിൽ പ്രത്യേകതകളുണ്ട്. ആ പെൻഷൻ സ്കീം വളരെ മനോഹരമായ പെൻഷൻ സ്കീമാണ്. ആരെങ്കിലും ചേരാനുണ്ടെങ്കിൽ അവരെ ചേർക്കണം. പണ്ട് കാലത്ത് ഭയങ്കര പിഴപ്പലിശ ഉണ്ടായിരുന്നു, അതിന് പിഴയുണ്ടായിരുന്നു. പിഴപ്പലിശ എന്നല്ല, പിഴയുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഫാമിലി പെൻഷനിലുള്ള ലിങ്ക് കൊണ്ടാണ് ഇപ്പൊ ആ പെൻഷൻ പിഴയെല്ലാം വളരെ അധികം. അന്ന് 36,000-40,000 രൂപ പിഴയുള്ള ആൾക്കാർക്ക് ഇന്ന് 4,600 പിഴ താങ്ങുന്നു. പിഴ കുറച്ചിട്ടുണ്ട്. ആ പെൻഷൻ സ്കീമിൽ ചേരാൻ പറ്റുമെങ്കിൽ ചേർക്കാവുന്ന എല്ലാ ആൾക്കാരെയും ആ പെൻഷൻ തുക അടക്കുന്ന കാലഘട്ടത്തിൽ 3 കൊല്ലം അടച്ച് അതിന്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും അയാൾക്ക് പരിക്ക് പറ്റി പെൻഷൻ അടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കിൽ അയാൾക്ക് അവസ്ഥ പെൻഷൻ എന്ന് പറയുന്ന പെൻഷൻ കൊടുക്കുന്ന അവസ്ഥയുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ അതിനാണ് സ്കീം. നല്ല ഒരു പദ്ധതിയാണ് അത്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് ഓടിച്ച് പറഞ്ഞതാണ്. കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറയാൻ, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ സമ്മേളനത്തിന്റെ ഉദ്ദേശം മാറും. നിങ്ങൾ ഇതിനെ കുറിച്ച് വേറെ ആയിരിക്കുക. എല്ലാവർക്കും നമസ്കാരം. വിശദമായി തന്നെ നോർക്ക റൂട്ട്സിൻ്റെ ഇന്നത്തെ പ്രവർത്തന രീതിയെ പറ്റി ക്ലാസ് എടുത്ത രവീന്ദ്രൻ സാറിന് ഞങ്ങളുടെ അകമഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും വല്ല സംശയം ഈ ക്ലാസ്സിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അദ്ദേഹം ഞാൻ മറുപടി നൽകും. അതായത് ശരിക്കും 11 മാസം കഴിയുന്നതോടുകൂടി അടവ് മുടങ്ങി കഴിഞ്ഞാൽ റദ്ദായി കഴിഞ്ഞാലും നിങ്ങളുടെ അക്ഷയയോ അല്ലെങ്കിൽ ഇവിടെ പ്രവാസി ക്ഷേമനിധി ബോർഡാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അംഗത്വ നമ്പർ അടിച്ച് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ എത്ര ഇനി അംഗത്വത്തിന് തുക അടക്കേണ്ട, ഒരു ഞാൻ പറഞ്ഞല്ലോ മാസത്തിൽ 200 രൂപ അടക്കണമല്ലോ. മാസത്തിൽ 200 രൂപ അടക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ എത്ര കൊല്ലത്തേക്ക് അടക്കാനുണ്ടോ ആ തുക മൊത്തം വരും. അതേപോലെ തന്നെ അതിന്റെ പിഴയും വരും. അത് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുതുക്കി എടുക്കാം. ഏകദേശം 14%. പ്രവാസി ഐ ഡി കാർഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം തന്നെ എന്ത് കൊടുത്തിട്ടുണ്ടാകും, ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറഞ്ഞത് കൊടുത്തിട്ടുണ്ടാകും. ഇഷ്യൂ ചെയ്താൽ ഡേറ്റ് എപ്പോഴാണ്
ഇത് ഏകദേശം ആൾക്കാർ ആരോ 2017 ഭയങ്കര ക്യാമ്പയിൻ നടത്തിയത് 2017 ആയിരിക്കും മിക്കതുണ്ടാവും. ഇതിന്റെ പുറകിൽ എഴുതിക്കിട്ടത് 3 വർഷം മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. 2020 ഇത് പുതുക്കണായിരുന്നു. നാട്ടിലെത്തിക്കഴിഞ്ഞ് വിസയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ പറ്റും. വിസ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ. ഒന്നും വന്നിട്ടില്ല. ധാരാളം ആൾക്കാരുടെ പരാതി. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പരാതി വരുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് നിയമസഭാ കമ്മിറ്റികളുണ്ടാവും. നിയമസഭാ കമ്മിറ്റികളിൽ പ്രവാസി പരാതി വരും. അതിനൊന്നും നമുക്ക് ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ്, ഗവൺമെന്റ് തീരുമാനം എടുക്കണം. അല്ല ചോദിച്ചോ, വിസകളാണ് ക്യാൻസൽ അടിച്ചില്ല എന്നുള്ളതിനെ കൊണ്ട് ലോൺ കിട്ടാണ്ടിരിക്കില്ല. നമുക്ക് ഏവർക്കും അറിയാലോ, 6 മാസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കല്ല ക്യാൻസൽ ആവും. അത് വെച്ചിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. 6 മാസം കഴിയുകയാണെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അത് എല്ലാവരുടെയും പറയാൻ പറ്റില്ല, നോർക്ക റൂട്ട്സിനെ സമീപിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഉള്ളതാണ്. പിന്നെ എല്ലാവരും അതും കൊണ്ടാവില്ല. അങ്ങനെ ഒരു സാധനം പറഞ്ഞു വേറെന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോർക്ക റൂട്ട്സിന്റെ അന്ന് ചികിത്സക്ക് വേണ്ടി 50,000 രൂപ കൊടുക്കും. 50,000 രൂപ കൊടുക്കുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസം ഞാൻ പറഞ്ഞു. നോർക്ക റൂട്ട്സിൽ രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ല. അതേസമയം ക്ഷേമനിധിയിലാണെങ്കിലോ രജിസ്ട്രേഷൻ ആവശ്യമാണ്, അംഗത്വം ഫീസ് അടക്കണം, അത് കൃത്യമായി കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞ കാര്യമാണ് അതിൻ്റെ അകത്ത് പ്രധാനം. നിങ്ങൾ വിദേശത്ത് എത്ര വർഷം നിന്നിരുന്നുവോ അത്രയും വർഷം മാത്രമേ നിങ്ങളിവിടെ പ്രവാസിയായിട്ട് പരിഗണിക്കൂ. ഈ കാര്യത്തിന് വേണ്ടി മാത്രം. അല്ലെങ്കിൽ ഞാൻ പ്രവാസിയാന്ന് പറഞ്ഞ ആൾ ഇനി പ്രവാസിയല്ല എന്ന് പറയണ്ട. ഇക്കാര്യത്തിന് മാത്രം അവിടെ 5 വർഷം നിന്നിരുന്നെങ്കിൽ ഇവിടെ 5 വർഷം തന്നെ, അത്രയും സാന്ത്വനക്ക് മാത്രം. ബാക്കി എല്ലാത്തിനും അതിനകത്ത് ഏറ്റവും ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ്. അതിനകത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി പലപ്പോഴും ആപ്ലിക്കേഷൻ വരും ധാരാളം. ഇത് വായിച്ച എല്ലാ ദിവസവും ഞാൻ ഇത് വായിക്കണം. റിപ്പോർട്ട് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് പലപ്പോഴും ധാരാളം ഡയാലിസിസ് ചെയ്യുന്ന ഒരു ദിവസം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് എത്രയോ പേരുണ്ടാവും. പലരുടെ ഒരു ചോദ്യം ഞങ്ങളെ ചോദിക്കും അതിനകത്ത്, നിങ്ങൾക്ക് മറ്റ് സർക്കാർ പലപ്പോഴും ഉണ്ടാവില്ല. ഈ ഡയാലിസിസ് പേഷ്യന്റിലെല്ലാം ഗവൺമെന്റില് ദുരിതാശ്വാസ നിധി കൊടുത്താൽ 100% അവർക്ക് കിട്ടുന്നതാണ്. പക്ഷെ അത് ചെയ്യില്ല, ഓൺലൈൻ വഴിയാ ചെയ്യുന്നത്. പാസ്പോർട്ട് എടുത്തൊരു കാര്യം പറഞ്ഞു. അങ്ങനെ ആ പാസ്പോർട്ടില് വയസ്സ് 60 പോയിട്ടുണ്ടെങ്കിൽ 55 ആൾക്കുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ക്ഷേമനിധി ബോർഡുമായി ഒന്ന് ബന്ധപ്പെടുക. ചില രേഖകൾ അവർ അംഗീകരിച്ചിരിക്കും. അതായത് സാധാരണഗതിയിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ രേഖ എത്തുന്ന പാസ്പോർട്ട്. അതിൽ വലിയ രേഖ പ്രവാസിക്കില്ല. പക്ഷെ ഈ കാര്യത്തിന് ഞാൻ പറഞ്ഞതുപോലെ, ഈ കാര്യത്തിന് ചില ആൾക്കാർ ഇത് ഗവൺമെന്റ് ശ്രദ്ധയിലുണ്ട്. ചില ആൾക്കാരെ മാറ്റിയിട്ട് കാണില്ല. ചില ആൾക്കാരെ എഴുതി മാറ്റി വലിയൊരു പാസ്പോർട്ട് ഓഫീസ് കണ്ടെത്തും എഴുതി മാറിയിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും രേഖയിൽ നോക്കുമ്പോൾ വേറെ എഴുതാൻ പറ്റുക. പാസ്പോർട്ട് നോട്ടീസ് വരും, 2500 രൂപ വീടടക്കും. പാസ്പോർട്ട് കോൺഫിസ്കേറ്റ് ചെയ്യപ്പെടും, പിടിച്ചെടുക്കപ്പെടും, പുതിയ പാസ്പോർട്ട് കൊടുക്കും, പോകും. അങ്ങനെ എഴുതി മാറ്റിയ അബുദാബിയിൽ യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്ന അയാൾക്ക് പിന്നെ കാലുകുത്ത് വരാൻ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ അവസ്ഥ അവർക്ക് ഞാൻ പറയും, ലൈവായിട്ട് ചെയ്യാൻ സംരംഭം തുടങ്ങാൻ വേണ്ടി ലോണുകൾ, അവർക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞ 30 ലക്ഷം വരെ ആ ലോണുകൾ എടുക്കുന്നിടത്ത് നിങ്ങൾ പലപ്പോഴും ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി നിങ്ങൾ ലോണുകൾ എടുക്കുന്നിടത്ത് ഒന്ന് പ്രവാസി എന്നുള്ളത് കൊണ്ട് നോർക്ക റൂട്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല സാന്ത്വന എന്ന് പറഞ്ഞിട്ട് പ്രവാസികൾക്കില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്. അതേപോലെ ഒരു സംഗതിയാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നോർക്ക റൂട്ട്സ് വഴി ലോണുകൾ കിട്ടും. അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം നോക്കേണ്ടത് വ്യവസായ വകുപ്പിനെ സംബന്ധിക്കണം. വ്യവസായ വകുപ്പിന് 2 എൻഡുകൾ, ഒന്ന് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. ഏകദേശം 45-50% വരെ സബ്സിഡി കിട്ടും വലിയ വലിയ പ്രോജക്റ്റുകൾ.
ചെറിയൊന്നല്ല. അതായത് അതിന് നിങ്ങൾ സമീപിക്കേണ്ടത് ജില്ലാ വ്യവസായ കേന്ദ്രം, നമ്മളെ വെള്ളയില മറ്റൊന്നുണ്ട്, എല്ലാ താലൂക്കുകളിലും ഉണ്ടാവും വ്യവസായ വികസന ഓഫീസർ, ബ്ലോക്ക് ഓഫീസിലുണ്ടാവും വ്യവസായ വികസന ഓഫീസർ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പഞ്ചായത്തിലെ ഇന്ത്യൻ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വ്യവസായ ഒരു നല്ല പ്രൊജക്റ്റാണ് നിങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തു. അതാണ് അക്കാര്യത്തിൽ പറയാം. പിന്നെ സാറേ, ഇപ്പൊ ഒരാൾ 350 രൂപ ക്ഷമനിന് അടക്കണ്ടെന്ന് കിട്ടുന്നത്, ആള് തിരിച്ചു വന്നാൽ പിന്നെ എത്ര രൂപ അടക്കണം എന്നാണ്? അയാൾക്ക് വേണമെങ്കിൽ 200 ആയിട്ട് കുറക്കാം. അന്നേരം അയാളുടെ അരിയറെല്ലാം മാറ്റി ഫിക്സ് ചെയ്യപ്പെടും. പക്ഷെ അയാൾക്ക് പെൻഷനിൽ എത്ര കുറവുണ്ടായിരുന്നു? 3500 രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 5 വർഷം 200 കണക്ക് എളുപ്പം പറയാം. 200 മാസത്തിൽ അടക്കുന്നെങ്കിൽ ഒരു കൊല്ലം അടക്കുന്നത് 2400 രൂപ, 5 കൊല്ലം അടക്കുന്നത് 12000 രൂപ. അയാൾക്ക് 60-ാമത്തെ വയസ്സിൽ പെൻഷൻ ആയിട്ട് 3000 രൂപ അയാൾക്ക് പെൻഷൻ കിട്ടും. 4 മാസം കൊണ്ട് അയാളുടെ അടച്ച പൈസ പെൻഷൻ ആയിട്ട് കൊടുക്കും. പിന്നെ 4 മാസം, ആദ്യം 4 മാസം കൊണ്ട് തന്നെ അടച്ച പൈസ തിരിച്ചു. പിന്നെ അയാളെ ജീവിക്കുന്നിടത്തോളം കാലം മുഴുവൻ ഗവൺമെന്റിന് പൈസ കിട്ടുക. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യ കിട്ടുക. നാടുള്ള പ്രവാസിയെ സംബന്ധിച്ച് 3500 രൂപ കിട്ടുക ഓരോ മാസം. പെൻഷൻ കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ജീവിക്കുന്നിടത്തോളം കാലം അത് കുറക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടില്ല. അതേ രീതി തുടരാൻ തന്നെ കാരണം ഫാമിലി മനസ്സിലോ ഓൺലൈനാണ് അപേക്ഷ. നോർക്ക കാർഡ് മുഖേന പുതിയ വരുന്നതാണ്. അക്ഷയ മുഖേന അല്ല പ്രവാസി കേന്ദ്ര മുഖേന അപേക്ഷിക്കുക. നോർക്ക കാർഡ് എന്ന് പറഞ്ഞ സംഗതിക്ക് ഞാൻ പറഞ്ഞല്ല, അത് വിസ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ. ക്ഷേമനിധിയുടെ കാര്യത്തിലാണെങ്കിൽ ഈ വ്യത്യാസം പറഞ്ഞല്ലോ, വേജിന്റെ വ്യത്യാസം, അത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഏതൊക്കെ രേഖ ഉപയോഗിക്കും അവർ അപ്ഡേറ്റ് ചെയ്യും ഓരോ കാലത്തും. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ അറിയാൻ കുറച്ച്, പക്ഷെ പറയാൻ അവരുമായിട്ട് 60 വയസ്സുള്ള ഒരാൾ 60 കഴിഞ്ഞ് ജസ്റ്റ് കഴിഞ്ഞു പോയി അങ്ങനെയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യം ഏത് രേഖയാണ് വേണ്ടതെന്നുള്ള അവരായിട്ട് ചോദിക്കണം. നിങ്ങൾക്ക് ഏത് രേഖ ഉണ്ടെന്ന് അറിയട്ടെ, മനസ്സിലായോ? അത് കോഴിക്കോട് ഓഫീസിൽ നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുമായിട്ട് ചർച്ച ഇപ്പൊ നടന്നിട്ടുണ്ട്. ഫലം പുറത്തു വന്നിട്ടില്ല. അത് ഞാൻ പറയാം. കേരള ബാങ്കിനെ സംബന്ധിച്ച് കേരള ബാങ്ക് 10 ലക്ഷം രൂപ വരെ വിത്തൗട്ട് സെക്യൂരിറ്റി ഇല്ലാണ്ട് തരാൻ വേണ്ടിയുള്ള ശ്രമം ചർച്ചകൾ നടന്നു പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ അത് വരുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ആ 5 വർഷം നടത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ 3000 മറ്റൊരു 500 രൂപ കൂടുതൽ വരും. 3500 കിട്ടും. ഇത് വലിയ പെൻഷനായിട്ട് മാറും ശരിക്കും ചില ആൾക്കാർ ചെയ്യുന്നത്. അതായത് 3000 രൂപ പെൻഷൻ ആർക്കാരില്ല. 200 രൂപ വെച്ച് അടക്കുന്ന ആളെ സംബന്ധിച്ചോളം മാക്സിമം 6000 രൂപ പെൻഷൻ. അതേസമയം 3500 അടക്കുന്ന മാക്സിമം 7000 കിട്ടും. ഈ 7000 കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 6000 7000 കിട്ടുന്നുണ്ടെങ്കിൽ അയാളുടെ കാലശേഷം അയാളുടെ ഭാര്യയ്ക്ക് അതിന്റെ നേരെ പകുതി വെച്ചു. അത് ആലോചിച്ച് പറയേണ്ട കാര്യം. അത് ഇതുവരെ ഗവൺമെന്റ് അതിന്റെ അകത്തൊരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ പറയുന്നത് എന്താ? അങ്ങനെ 2 പെൻഷൻ പാടിക്കാവില്ല. ഗവൺമെന്റ് എല്ലാ ഗവൺമെന്റിന്റെയും ഏത് സർക്കാരിൽ വന്ന പോളിസി എന്ന് വെച്ചാൽ ഒരാൾക്കെങ്കിലും ഒരു പെൻഷനെങ്കിലും ഒരാൾക്ക് കിട്ടണമെന്നില്ല. അതാണ് പോളിസി. 64 വയസ്സ് വരെ അടക്കണം. 64 അടക്കണം നിർബന്ധമില്ല. അതിനു മുമ്പ് 2013 ജിദ്ദയിലെടുത്താണ്. ഇതിലിപ്പോ 3 കൊല്ലമാണ് ഇതിന്റെ എക്സ്പയർ ഡേറ്റ്. 2016 10 കൊല്ലത്ത് അടച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും അടക്കാൻ പറ്റും വിൽക്കാൻ പറ്റും. പക്ഷെ ഓൾറെഡി ഇപ്പൊ ഞാൻ ക്യാൻസൽ ചെയ്തു. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് സ്കീമാണ്. അതായത് ഞാൻ പറയാം, അതായത് പുതിയ ഇൻഷുറൻസ് സ്കീമിന്റെ അതായത് പ്രവാസികൾ പ്രവാസി സുഹൃത്തുക്കളുണ്ടാകും അവരുടെ ഫാമിലിക്ക് വേണ്ടി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച നോർക്ക ഗവൺമെന്റ് ഒരു പുതിയ ഇൻഷുറൻസ് സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മാസം 22 മുതൽ അടുത്ത മാസം 21 വരെയാണ് അതിന്റെ അപേക്ഷാ ടൈം. നോർക്ക കാർഡുള്ളവർക്ക് മാത്രം, പ്രവാസി ഐ ഡി കാർഡ് ഉള്ളവർക്ക് മാത്രമാണ്. തിരിച്ചു വന്ന പ്രവാസികൾക്കില്ല. അത് ഞാൻ പ്രത്യേകിച്ച് പറയാം. സെറ്റിൽ ചെയ്ത ആൾക്കാർക്കില്ല.
5 ലക്ഷം രൂപയാണ് പെൻഷൻ പോളിസി. 5 ലക്ഷം രൂപ വരെയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് അതിനകത്ത് കിട്ടും. പിന്നെ ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കളില്ല, 2 കുട്ടികൾ, അവർക്ക് ഒരു കൊല്ലത്തേക്ക് കൊടുത്തിരിക്കുന്നത് 13,411 രൂപയാണ് ഇൻഷുറൻസ്. ഒരു കുട്ടീനെ അധികമായിട്ട് ചേർക്കണമെങ്കിൽ പിന്നെ 4,130 രൂപ കൊടുക്കണം. ഈ ഒറ്റ ആൾ മാത്രമാണ്, ചിലപ്പോൾ സിംഗിൾ ആയിട്ടുള്ള കല്യാണം കഴിക്കാത്ത ഒരാളായിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് 8,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടും. ആ രൂപത്തിൽ മുഴുവൻ വിശദാംശങ്ങൾ വന്നിട്ടില്ല. മുഖ്യമന്ത്രി 22-ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റാണ്. നോർക്ക ID കാർഡുള്ളവർക്ക് മാത്രമേ അത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോർക്ക ID കാർഡ് എടുക്കാൻ വേണ്ടി വിദേശ പ്രവാസികൾ ഇപ്പോഴും മൂന്ന് മാസമില്ല. അതില്ല, നിങ്ങള് എനിക്ക് തോന്നുന്നില്ല സിസ്റ്റമാണ് അതെല്ലാം ചെയ്യുന്നത്. വയസ്സ് കൊടുക്കുമ്പോൾ തന്നെ 2 ഏജ് കൊടുക്കുമ്പോൾ തന്നെ സിസ്റ്റം പറയും 60 രൂപയ്ക്ക് ഇട്ടുള്ളത്. മനുഷ്യൻ ഇടപെടില്ല. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു അപേക്ഷ കൊടുത്തു, പിന്നെ 59 കൊടുത്തു. എൻ്റെ ഒരു ചെറിയ ഇന്ന പാസ്പോർട്ട് ഹാജരാക്കിയില്ലാന്ന് തന്നെ തിരിച്ചിങ്ങോട്ട് അയച്ചു. എന്നിട്ട് നിങ്ങൾ മെല്ലെ 64 നോക്കാൻ പോയാൽ അപേക്ഷ പൂർണ്ണമായില്ല അന്നേരം തന്നെ. അതാണ് സംഭവം. അംഗത്വം കിട്ടിയില്ല. അംഗത്വം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല, അന്നേരം തന്നെ നോക്കിക്കോട്ടെ. അത്യാവശ്യം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ പെൻഷന്റെ കാര്യങ്ങൾ പെൻഷൻ നമുക്ക് കേൾക്കുമ്പോൾ തുച്ഛമായ സംഖ്യയാണെങ്കിലും ഇനിയുള്ള കാലത്ത് ഒരു പക്ഷേ അതിൽ വർധനവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. ഏതായാലും കുറച്ചും കൂടി കൂടുതൽ സംഖ്യ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഒരു 6,000, 7,000, 8,000 കിട്ടാനുള്ള വകുപ്പുകളുണ്ടെന്ന് സാധാരണ രീതിയിൽ ഇപ്പോൾ സാഹിബ് പറഞ്ഞ കാര്യമാണ്. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അവരൊരു കാലഘട്ടം വരെ അവിടെ ഗൾഫിൽ അധ്വാനിക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ സംഗതികളും നാട്ടിലേക്ക് അയക്കും. നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു വരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരുടെ ജോലി എന്താന്ന് വെച്ചാൽ മക്കളെയോ പേരക്കുട്ടികളൊക്കെ ചെലവിൽ നടക്കുക, പേരക്കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുക, തിരിച്ചു കൊണ്ടുപോയി, അതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി. അതിനിടയിൽ ഈ പറയുന്ന ഒരു 6,000, 7,000 ഒക്കെ അവരുടെ കയ്യിലേക്ക് പെൻഷനായി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ ആശ്വാസമാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോ നാഷണൽ പ്രവാസി ലീഗിന്റെ നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റി ഒന്നുകൂടി റീഷഫിൾ ചെയ്ത് ഇവിടെ പ്രഖ്യാപിക്കാൻ പോവാണ്. അപ്പൊ ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരമാവധി ആളുകളെ ഈ നോർക്ക അടക്കമുള്ള ജില്ല രജിസ്റ്റർ ചെയ്യുന്നത് അടക്കമുള്ള ജോലികൾ ചെയ്യാനും അതോടൊപ്പം തന്നെ അവരൊക്കെ ഈ പെൻഷൻ പദ്ധതികളിലും ബാക്കിയുള്ള സംഗതികളിലൊക്കെ ഉൾപ്പെടുത്തി പരമാവധി അവർക്കുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് നേതൃത്വം കൊടുക്കാൻ പുതിയ കമ്മിറ്റി നേതൃത്വം കൊടുക്കണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഇവിടെ അഭ്യർത്ഥിക്കാൻ. ഈ പെൻഷനൊന്നും നമ്മൾ ചെറുതായിട്ട് കാണുന്നില്ല. സാധാരണഗതിയിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക ശമ്പളം വാങ്ങിയ ആളുകളായിരിക്കും, വലിയ വരുമാനത്തിൽ ജീവിച്ച ആളുകളായിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധ്വാനിക്കാൻ കഴിയാത്ത കാലഘട്ടമായി കഴിഞ്ഞാൽ ഈ പെൻഷൻ വലിയൊരു സംഖ്യയായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു 1,600 രൂപ 60 വയസ്സായ ആളുകൾക്ക് സർക്കാർ പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ ഒരൊറ്റ പ്രവാസിക്ക് കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പെൻഷൻ ഇപ്പൊ പുതുക്കുന്ന സമയത്ത് എല്ലാ വർഷവും നമ്മൾ മസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ട പെൻഷൻ. അങ്ങനെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ വീട്ടില് AC ഉണ്ടോ, കാറുണ്ടോ, വീട് 2 നിലയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ആ പെൻഷൻ പുതുക്കി കൊടുക്കുക. 60 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷനാണ്. അത് നിലനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പെൻഷൻ മുന്നോട്ട് ആർക്കൊക്കെ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന പെൻഷൻ അത്തരം കാരണങ്ങൾ കൊണ്ട് മുടങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ 1,600 60 വയസ്സായ ആളുകൾക്ക് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മളിത് അടിച്ചുകൊണ്ട് വെറുതെ ഇതിന്റെ വഴിയൊക്കെ നടക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മളെ മാസത്തിലെ ശമ്പളത്തിനിടയ്ക്ക് ഒരു മാസത്തിൽ 200 രൂപയോ മറ്റോ അടിച്ചു പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രാരാബ്ദങ്ങൾക്കിടയിൽ അത് നടന്നു പോകുന്ന സംഗതിയാണ്. പക്ഷെ നമ്മൾ അത് അടക്കാതെ ആ പൈസയും കൂടി സ്വരൂപിച്ചു വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാന കാലഘട്ടങ്ങളിൽ വലിയൊരു ആശ്വാസം ഉണ്ടാകുന്നത് ഇല്ലാതായി പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാം.
അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പരമാവധി ആളുകൾ അതിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രവാസി കമ്മിറ്റി നേതൃത്വം കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ പ്രവാസിയുടെ കമ്മിറ്റി നമ്മൾ നേരത്തെ ബഷീർ അഹമ്മദ് സാഹിബായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഇടക്കാലത്ത് അദ്ദേഹം ഇല്ലായിരുന്നു, ബഹുമാനപ്പെട്ട റഫീഖ് സാഹിബായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. പിന്നീട് ഇപ്പോൾ ബഷീർ അഹമ്മദ് സാഹിബ് തന്നെ ഇപ്പോൾ നാട്ടിൽ എത്തിയതിനു ശേഷം വീണ്ടും അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. അതിന്റെ ഒരു കമ്മിറ്റി ഒന്ന് പുതുക്കിയതൊന്നും ഇവിടെ വായിക്കുകയാണ്. അതിന്റെ പ്രസിഡന്റായിട്ട് ബഷീർ അഹമ്മദ് സാഹിബ് തന്നെ, വൈസ് പ്രസിഡന്റുമാരായി മുഹമ്മദ് അലി മലപ്പുറം, അംസ ഹാജി തൃശ്ശൂർ, ഷഫീഖ് ആലപ്പുഴ, ജനറൽ സെക്രട്ടറി സാലിം ബേക്കൽ കാസർഗോഡ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് ബഹുമാനപ്പെട്ട നിഷാൻ കോഴിക്കോട്, സെക്രട്ടറിമാരായിട്ട് നിലവിലുള്ള സെക്രട്ടറിമാർ തന്നെയാണ് MC അസീസ്, ജാഫർ മേടപ്പിൽ, സലീം പാട്ടത്തിൽ, ട്രഷറർ ബാബുമോൻ കോഴിക്കോട്. ഈ ആളുകൾ അടങ്ങുന്ന ഭാരവാഹികളും അതോടൊപ്പം തന്നെ ഇതിന്റെ എക്സിക്യൂട്ടീവിലേക്ക് കുറഞ്ഞ ആളുകളെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ അതാത് ജില്ലാ കമ്മിറ്റികളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ഇതിലേക്ക് ഉൾപ്പെടുത്തണം. സുലൈമാൻ വെട്ടിക്കാട്ടി, മനാഫ് ദേശമംഗലം, ഹബീബ് തങ്ങൾ ചേലക്കര, സലീം തൈക്കണ്ടി, സിദ്ദീഖ് പെരിന്തൽമണ്ണ, റാഫി രാമനാട്ടുകര, സലീം പുതിയപാലം, ബഷീർ KP വാവാട്, മലയിൽ മൂസ, അസീസ് കളപ്പാടൻ, മൊയ്തീൻ ഹാജി തിരുരങ്ങാടി, ഇത്രയും ആളുകളെ ഇതിലേക്ക് എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ അതാത് ജില്ലാ കമ്മിറ്റിയായിട്ട് ആലോചിച്ചിട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ ഭാരവാഹികളായിരിക്കും ഇനി മുന്നോട്ട് നാഷണൽ പ്രവാസി ലീഗിനെ നയിക്കുക. അതിന് എല്ലാവരും അംഗീകാരം നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ച നാഷണൽ പ്രവാസി ബഷീർ അഹമ്മദ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ മുഹമ്മദ് അലി മലപ്പുറം, അംസ ഹാജി തൃശ്ശൂർ, ഷഫീഖ് ആലപ്പുഴ, ജനറൽ സെക്രട്ടറി സാലിം ബേക്കൽ കാസർഗോഡ്, ഓർഗനൈസിംഗ് സെക്രട്ടറി നിഷാൽ കോഴിക്കോട്, സെക്രട്ടറിമാർ MC അസീസ്, ജാഫർ മേടപ്പിൽ, സലീം പാടത്ത്, ട്രഷറർ ബാബുമാൻ. നിർവഹിച്ച ഭാരവാഹികളൊന്നും ഇങ്ങോട്ട് വന്നു. NYL-ന്റെ സംസ്ഥാന സെക്രട്ടറി OK ബഷീർ. വേദിയിലുള്ള അധ്യക്ഷൻ പ്രിയപ്പെട്ട ബഷീർ അഹമ്മദ് സാഹിബ്, നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ AP വഹാബ് സാഹിബ്,